കുണുക്കു പെൺമണിയെ ഞാൻ ഓർത്ത് ചേച്ചി പറയാൻ പോകുന്ന പാട്ട് ചേച്ചി ഇട്ടിട്ടുണ്ട്. ശിലയിൽ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ, അതിനെക്കാട്ടി ലോക്കലാണ്. ചിലരുടെ ഇപ്പൊ എന്റെ മൂക്ക് ഭയങ്കര ഇങ്ങനത്തെ ഒരു തരം മൂക്കല്ലേ, ചെത്തി വെച്ച പോലത്തെ മൂക്കല്ലേ. അപ്പോൾ ഈ ലവിങ് യുവർ നോസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് നോസ് ഒക്കെ ഇഷ്ടം. പക്ഷെ എനിക്ക് എന്നെ ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. ബ്യൂട്ടിഫുൾ മെമ്മറി എന്നൊന്നും പറയുമ്പോൾ ഒന്നും വരുന്നില്ലല്ലോ ദൈവമേ, അതൊരു തെറ്റാണോ? കൈതപ്പൂവിൻ കന്നിക്കുറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. 2009 ഞാൻ സ്റ്റാർ സിംഗറിൽ മത്സരിക്കുന്നത്. 15 കൊല്ലം കഴിയുന്നു. ഓ, നേരിട്ട് അന്ന് കമന്റ്സ് കിട്ടിയിരുന്നു. അത് വളരെ ചുരുക്കമായിരുന്നു. അങ്ങനെ വന്ന് പറയുമായിരുന്നു അല്ലേ? പിന്നെ എനിക്കിട്ടൊക്കെ നല്ലത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആര് ഔട്ടായപ്പോഴാന്ന് ഓർക്കുന്നില്ല. എൻ്റെ കൂടെ പാടിയിട്ട് ആരാണ്ട് ഔട്ടായി. റോട്ടിൽ നിന്ന് എന്നെ നല്ലോണം ചീത്ത വിളിച്ചിട്ടുണ്ട്. നിനക്കൊന്നും ഒരു കഴിവില്ല, നീയൊക്കെ എന്ത് ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കേ, കുറച്ചും കൂടെ ലിബറൽ ആയിട്ടാ പിള്ളേരുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് പേടിയാവത്തില്ല പാടാൻ. ഇത് നമുക്ക് എത്ര പ്രാവശ്യം സ്റ്റേജിൽ കയറിയാലും പേടിയാ. കൈയും കാലും നിറച്ചിട്ടാ സ്ഥിരം കയറിയിരുന്നത്. ഞാൻ പേടിച്ചിട്ട് ഞാൻ ഔട്ട് ആവണേന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. മേലേ മേലേ മാനം മാനം നീളേ മഞ്ഞിൻ കൂടാരം. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണ്ണിക്കലാ കല്യാണം. ഹായ് വ്യൂവേഴ്സ്, സൈന സോത്ലസിന്റെ എല്ലാ വ്യൂവേഴ്സിനും മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് എല്ലാവർക്കും വർഷങ്ങളായിട്ട് അറിയുന്ന ഏറെ പ്രിയപ്പെട്ട ഒരു ഗായികയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഓൺ ടു ദ ഷോ, ലെറ്റ് മീ വെൽക്കം അഞ്ജു ജോസഫ്. ഹായ് ചേച്ചി. ഹായ് മീനാക്ഷി. വെൽക്കം, ഹാർട്ടി വെൽക്കം. താങ്ക് യു. പണ്ടേ ഐഡിയ സ്റ്റാർ സിംഗർ കാണുമ്പോൾ തൊട്ടുള്ള എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ആയിരുന്നു ചേച്ചി. ഞാൻ അന്ന് ഓർത്തില്ല ചേച്ചിൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ എടുക്കും, ചേച്ചിയും ഇത്രയും വലിയൊരു സിംഗറായി പോകും എന്നുള്ള കാര്യം. അപ്പൊ അമ്മേന്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് കണ്ടസ്റ്റന്റിന്റെ ഇന്റർവ്യൂ ഞാൻ എടുത്തിട്ടുണ്ട്. അമ്മ എന്ന് സ്പെഷ്യൽ ഹായ്. അമ്മ അന്ന് പറയുവേ, അയ്യോ എന്ത് ഇന്നസെന്റ് ആയി കുട്ടി സ്റ്റേജിൽ നിന്ന് പാടുന്ന കാണാൻ. അന്ന് എപ്പോഴും ഇടുന്ന ഡ്രസ്സിനെ അമ്മ പറയും ഒരു സ്കേർട്ടും ഒരു പട്ടുപാവാടയും ബ്ലൗസും ആയിരുന്നു. അങ്ങനത്തെ സ്കേർട്ടും ടോപ്പും ആണ് മെയിൻലി ഉള്ള വേഷം. അതിപ്പോ നാടൻ വേഷം ആണേലും അങ്ങനെ മോഡേൺ വേഷം ആണെങ്കിൽ അതെന്താന്നറിയോ, അപ്പൊ നമ്മള് ആ സമയത്ത് തന്നെ വേണം കയ്യിന്ന് ഡ്രസ്സ് നമ്മൾ തന്നെയാ ഉണ്ടാക്കേണ്ടത്. അപ്പൊ എന്റെ അമ്മ തയ്ക്കും. അപ്പൊ അമ്മ നൈസായിട്ട് മറ്റേ പഴയ സാരി എല്ലാം വെട്ടി പാവാടയും ബ്ലൗസും തയ്ക്കുന്നതാണ്. അപ്പൊ ഈസി ആയിട്ട് പരിപാടി കഴിയുമല്ലോ. അതെ, അതിന് വേണ്ടിട്ട് ചെയ്യുന്നതാണ്. അപ്പൊ നാട്ടിൻപുറം കോട്ടയത്ത് നിന്നല്ലേ വരുന്ന ഒരു സാധാരണ ഒരു കുട്ടി ചേച്ചി ഇങ്ങനെ കണ്ണടയൊക്കെ വെച്ച് ഇങ്ങനെ പാടുമ്പോ പാവം തോന്നും ഇതിനെ കാണുമ്പോന്ന്. അപ്പൊ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു ചേച്ചിയുടെ ഒക്കെ ഗ്രോത്ത്. നിങ്ങൾ ആ സ്റ്റാർ സിംഗറിൽ ഉണ്ടായിരുന്നിട്ട് ഇപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന കുറച്ച് ആൾക്കാരുടെ ഗ്രോത്ത് ഓഡിയൻസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ശരിക്കും ഈ ഒരു വളർച്ച ഞങ്ങളുടെയൊക്കെ ഒപ്പം വളർന്നിട്ടുള്ള ആൾക്കാരല്ലേ. ഹൗ ഡു യു ഫീൽ അബൌട്ട് ഇറ്റ് ചേച്ചി? ഐ ഫീൽ സോ ഹാപ്പി. ജേർണി ഭയങ്കര നല്ല ജേർണി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോഴും തിരിച്ചറിയപ്പെടുന്നു എന്നുള്ളതൊരു അതൊരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. സത്യം. എത്ര വർഷമായി സ്റ്റാർ സിംഗർ കഴിഞ്ഞിട്ട്? 2009 ഞാൻ സ്റ്റാർ സിംഗറിൽ മത്സരിക്കുന്നത്. 15 കൊല്ലം കഴിയുന്നു. ഓ, അപ്പൊ ഇപ്പോഴും ഇപ്പൊ മീനാക്ഷിയുടെ അമ്മേനെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നമ്മൾ ചിലപ്പോൾ എയർപോർട്ടിൽ നിൽക്കുമ്പോഴോ അവിടെ നിൽക്കുമ്പോഴോ ഇവിടെ നിൽക്കുമ്പോഴൊക്കെ ഈ അമ്മമാരും അല്ലെങ്കിൽ തന്നെ ചിലപ്പോൾ പാടുന്ന ആളോന്ന് മനസ്സിലായിട്ടുണ്ടാവത്തില്ല. പക്ഷെ ഈ കൊച്ചിനെ എവിടെയോ കണ്ടിട്ടുള്ളത് ആ ഒരു സംഭവം മീൻസ് ഒരു വലിയ ബ്ലെസ്സിങ് ആണ് നമുക്ക്. എവിടെ ചെന്നാലും നമുക്ക് എവിടെയെങ്കിലും പെട്ടുപോയാലും ഹലോ എന്നെ ഒന്ന് രക്ഷിക്കോ എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു മലയാളി ചേട്ടനോ ചേച്ചിയോ തിരിച്ചറിയുന്നവരുണ്ടാകും. അത് സത്യം പറഞ്ഞാൽ ആ ഒരു ഷോയുടെ ഒരു വലിയ ഒരു വിജയം തന്നെയാണ്. ലൈക്ക് ഇന്നും സക്സസ്ഫുള്ളി സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു ഷോ പോകുന്നുണ്ട്. ഞാൻ ഓർക്കുമായിരുന്നു ഇപ്പോഴത്തെ സ്റ്റാർ സിംഗർ സ്റ്റുഡൻസിനെ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഫാൻ പേജസ് ഉണ്ട്, ഭയങ്കര പ്രൊമോഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് അന്ന് അതൊന്നും ഇല്ലാണ്ടാണ് നിങ്ങൾ ഈ ലെവൽ എത്തിയത്. ആകെ ഞങ്ങൾക്ക് ഓർക്കുട്ട് എന്ന് പറഞ്ഞ സംഭവം മാത്രമേ ഉള്ളൂ. ഞങ്ങളൊക്കെ സ്റ്റാർ സിംഗറിൽ മത്സരിക്കുന്ന സമയത്ത് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫേസ്ബുക്ക് ഒന്നും എനിക്കുള്ളതായിട്ട് ഓർമ്മയില്ല. എനിക്കില്ല. ഏത് കാലത്താണ് ഇപ്പൊ ഒരു പാട്ടൊക്കെ നമ്മൾ എടുക്കണമെങ്കിലൊക്കെ നമുക്ക് ഇപ്പൊ നമ്മൾ എടുക്കുന്ന മറ്റേ യൂട്യൂബിൽ അടിക്കുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, എടുക്കുന്നു. ഇത് അങ്ങനെയൊന്നും അല്ലല്ലോ. പാട്ട് കിട്ടണമെങ്കിൽ ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് ഒരു
1 മണിക്കൂറോളം യാത്രയുണ്ട് പാല എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക്. അന്ന് ഇപ്പൊ ഒക്കെ കുറെ ഷോർട്ട് കട്ടും നമ്മൾ വണ്ടിയിലൊക്കെ ബസ്സിൽ കയറി അന്ന് പോകുന്നത്. അവിടെ ചെന്ന് ഒരു പാട്ട് നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ആ പാട്ട് ഇന്ന കടയിൽ പോയി അത് റെക്കോർഡ് ചെയ്ത് അത് CD-യിലേക്ക് ആക്കണം. CD-യിലേക്ക് ആക്കി എന്നിട്ട് വന്ന് CD പ്ലെയറിൽ വെച്ചിട്ട് വേണം പഠിക്കുന്നത്. എന്തൊരു പാടുപെട്ട പണിയാ ചേച്ചി. ഇന്ന് അങ്ങനെ വല്ലതും അറിയണോ? ഒന്നും സോഷ്യൽ മീഡിയ ഒന്നുമില്ല. പക്ഷെ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളും ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, ഒരുപാട് അങ്ങ് നമ്മള് എക്സ്പോസ്ഡ് ആയി പോയിട്ടില്ല. ഒരു TV-യിൽ കൂടെ കണ്ടിരിക്കുന്നവരാണ് കണ്ടിരിക്കുന്നത്. പിന്നെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നേരിട്ട് അന്ന് കമന്റ്സ് കിട്ടിയിരുന്നു, അത് വളരെ ചുരുക്കമായിരുന്നു. അങ്ങനെ വന്ന് പറയുമായിരുന്നു. പിന്നെ എനിക്കിട്ടൊക്കെ നല്ലത് കിട്ടിയിട്ടുണ്ട്. കാരണം ഈ അവർക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ മീനാക്ഷിയുടെ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ ഇഷ്ടമുള്ള വേറെ കണ്ടസ്റ്റൻസിന് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ. ഞാനാണെങ്കിൽ എന്റെ 9 തവണ ഞാൻ എലിമിനേഷനിൽ നിന്നിട്ടുണ്ട്. സ്റ്റാർ സിംഗറിൽ ഏറ്റവും കൂടുതൽ എലിമിനേഷൻ നിന്ന ആള് ഞാനായിരിക്കും. ചേച്ചി എന്നിട്ട് ഇങ്ങനെ പേടിച്ച് അരണ്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്ന അല്ലേ? ഞാൻ അതിലേക്ക് പിന്നെ അപ്പൊ അതില് എപ്പോഴും അവർക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും ഒരാളെ പുറത്താക്കിയിട്ടായിരിക്കും ഞാൻ അകത്തായത്. അത് ഞാൻ ആഗ്രഹിച്ചിട്ടാവുന്നൊന്നുമല്ല. പക്ഷെ എന്തോ വോട്ടിന്റെ ബേസിസിലോ അല്ലെങ്കിൽ അന്ന് അവിടെ പെർഫോം ചെയ്തതിന്റെ ബേസിസിലായിരിക്കും കയറ്റി വിട്ടത്. പക്ഷെ ആൾക്കാർക്ക് ഇത് സഹിക്കാൻ പറ്റുന്നില്ലോ. നേരിട്ടൊന്ന് നല്ല ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട് ഇപ്പോഴും. ഞാൻ ആരൗട്ടായപ്പോഴാന്ന് ഓർക്കുന്നില്ല. എന്റെ കൂടെ പാടിയിട്ട് ആരാണ്ട് ഔട്ടായി. അവരുടെ പേരും പറഞ്ഞ് എനിക്ക് റോട്ടിൽ നിന്ന് തന്നെ നല്ലോണം ചീത്ത വിളിച്ചിട്ടുണ്ട്. ആണോ? എന്തിനാ അവരെ ഔട്ടാക്കി അങ്ങനെ ചോദിക്കും? അല്ല, അങ്ങനെയല്ല. മുഖത്തൊക്കെ നിനക്കൊന്നും ഒരു കഴിവില്ല, നീയൊക്കെ എന്ത് ചെയ്തിട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ഓക്കേ. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് വളരെ ചുരുക്കം വിരളമായിട്ടുള്ള 1-2 എക്സ്പീരിയൻസസ് ആണ്. ഇന്നത്തെ പോലെ കമന്റ്സ് വായിക്കണ്ടല്ലോ, അതായിരുന്നു ഭേദം. ഇന്ന് ഭയങ്കര പ്രശ്നാ. കാരണം ആർക്കും എന്തും പറയാം, നമ്മളാളെ കാണുന്നില്ലല്ലോ. ഇതിപ്പോ വന്ന ആൾക്ക് മുഖം ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് പേരും ഊരും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. ഇത് പേരും ഊരും ഒന്നും ഇല്ലാണ്ട് ജസ്റ്റ് ഒന്ന് ചീത്ത വിളിക്കുകയല്ലല്ലോ ചെയ്യുന്നത്. പക്ഷെ നിങ്ങളെയൊക്കെ അത് കുറെ ബോൾഡ് ആക്കിട്ടോ. എനിക്കൊന്ന് ചിന്തിക്കാൻ വയ്യ ഒരാളെന്റെ നേരെ നിന്റെ എന്ത് ഇന്റർവ്യൂ ചോദിക്കുന്നത്. അല്ല, അത് ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റാർ സിംഗർ ആണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു റിയാലിറ്റി ഷോ എടുത്താലും കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പണ്ടത്തെ ഒരു രീതി എനിക്ക് തോന്നുന്നു നമ്മുടെ ജഡ്ജസ് ആയിട്ട് ഉണ്ടായിരുന്നവർ പഠിച്ചിട്ട് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രവീന്ദ്ര മാഷ് അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരാജ മാഷ്, അങ്ങനെയുള്ളവരുടെ കൂടെ വർക്ക് ചെയ്തിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെ. അപ്പൊ അവര് ഫോളോ ചെയ്യുന്ന ആ ഒരു പാറ്റേണും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ അവരെ ട്രെയിൻ ചെയ്ത പോലെ ട്രെയിൻ ചെയ്യാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മുഖത്ത് നോക്കി പറയും. ഇപ്പൊ ഒരു സംഭവം ശരിയായിട്ടില്ലെങ്കിലൊക്കെ നല്ല മാന്യമായിട്ട് പറയുമായിരുന്നു, നല്ല ഡോസ് കിട്ടുമായിരുന്നു നമുക്ക്. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോ നല്ല തൊലിക്കെട്ടി വെച്ചു. അപ്പൊ ഞാനൊക്കെ ഇത്ര സംസാരിക്കാൻ തുടങ്ങിയതും ഇപ്പൊ സ്റ്റാർ സിംഗറിലൊക്കെ പോകുന്ന സമയത്ത് ഞാനൊന്നും മിണ്ടുന്നേ ആളല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ സ്റ്റാർ സിംഗറിൽ പോകുന്നത്. അപ്പൊ അപ്പോഴൊന്നും ഞാൻ ഒട്ടും സംസാരിക്കുന്ന ആളല്ല. സ്റ്റേജിൽ കയറാൻ പേടിയാ, അങ്ങനത്തെ ആളായിരുന്നു. സ്റ്റേജും പേടിയില്ല. അതിന് കാരണം ഈ ജഡ്ജസിന്റെ ഒരു ഗൈഡൻസും അന്നത്തെ ആ ഒരു എന്താ പറയാ ഗുരുകുലം പോലെയായിരുന്നു. ഒരു ഗ്രൂമിങ് അവരുടെ ഉണ്ടായിരുന്നു. നല്ല തൊലി കിട്ടി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഇത്രയും മാസ് ഓഡിയൻസിന് മുമ്പിൽ കൊള്ളത്തില്ലെങ്കിൽ ജഡ്ജസ് കൊള്ളത്തില്ല എന്ന് പറയും. ഞാൻ ചേച്ചിയോട് ചോദിക്കാനിരിക്കുമായിരുന്നു, ഇപ്പോഴത്തെ സ്റ്റാർ സിംഗർ കാണാറുണ്ടോ, ടോപ്പ് സിംഗർ കാണാറുണ്ടോ? ഇതിൽ അന്നത്തെ ചിത്ര ചേച്ചി ഇന്ന് ചിത്രാമ്മയായിരിക്കുകയാണ് അല്ലേ? ചിത്ര ചേച്ചിയും അതേപോലെ തന്നെ നമ്മുടെ ശ്രീകുമാർ സാറ് എല്ലാവരും ലിബറൽ ആയിട്ടുണ്ട്. അപ്പൊ അത് മൊത്തം അതിന്റെ ഒരു രീതി മാറിയല്ലോ. പിന്നെ അന്നത്തെ പ്രൊഡ്യൂസേഴ്സ് അല്ല, അന്ന് അവർ ഇങ്ങനെ ആയിരിക്കും ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണെങ്കിലും ഇതൊരു ബിസിനസ് തന്നെയാണല്ലോ. കുറച്ചും കൂടെ ലിബറൽ ആയിട്ടാ പിള്ളേരുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പൊ അവർക്ക് പേടിയാവത്തില്ല പാടാൻ. ഇത് നമുക്ക് എത്ര പ്രാവശ്യം സ്റ്റേജിൽ കയറിയാലും പേടിയാ. പേടിയൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അന്നങ്ങനെ പാടുമ്പോ അല്ലേ? പിന്നെ കൈകാലം വരച്ചിട്ടാ സ്ഥിരം കയറിയിരുന്നത്. ഞാൻ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് എനിക്കറിയില്ല. ഞാൻ പേടിച്ചിട്ട് ഞാൻ ഔട്ട് ആവണേന്ന് വരെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, സത്യസന്ധമായിട്ട് പറയാം. കാരണം എനിക്ക് ഇനി ടെൻഷൻ അടിക്കാൻ വയ്യ അങ്ങനെ. പക്ഷെ ഇപ്പൊ അത്രയൊന്നുമില്ല. കാരണം വളരെ ലിബറൽ ആയിട്ട് പിള്ളേരെയൊക്കെ ഒന്ന് നോക്കി. ചേച്ചി എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറെ കൂടെ ഒക്കെ അങ്ങനെ ആവാൻ കാര്യം ഇപ്പൊ നമ്മള് കുട്ടികളുടെ പോലും അതിൽ ഫീലിങ്സിന് ആ ഒരു വില കൊടുത്തിട്ടേ നമ്മളൊരു കമന്റ് കൊടുക്കുള്ളൂ അല്ലേ? ഐ തിങ്ക് നമ്മുടെ റിയാലിറ്റി ഷോസിന്റെ ആയാലും പൊതുവെയുള്ള ക്രിറ്റിസിസത്തിന്റെ ആയാലും ആ ഒരു ഫേസ് മാറിയിട്ടുണ്ട്. ദാറ്റ് ഈസ് വെരി ഗുഡ്. അടിപൊളിയാ. നമ്മുടേത് മോശമായിരുന്നു എന്നല്ല, പക്ഷെ
ദിസ് ചേഞ്ച് ഇസ് റിയലി ഗുഡ്, നല്ലതാണ്. ശരി. ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഇന്നത്തെ കാലത്ത് മതിയായിരുന്നു എനിക്ക് ഈ ഒരു ഇത്? അങ്ങനെയൊന്നും ഇല്ല. ഇന്നത്തെ കാലത്താണ് ഞാൻ പോവില്ല. അന്ന് പിന്നെ വീട്ടിൽ നിന്നൊക്കെ നിർബന്ധിച്ച് അങ്ങനെ പോയത് കൊണ്ട് പോയതാണ്. അല്ലാണ്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ അന്ന് ഇത്രയും സ്ട്രഗിൾ എടുത്ത് വന്നിട്ടുള്ളവരിൽ ഒരു ഹാൻഡ് ഫുൾ ഓഫ് ആൾക്കാർ. കാരണം ഇന്ന് ഭയങ്കര ഈസിയാണ് ചേച്ചി ഇതിനൊക്കെയുള്ള ആക്സസ്, ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഒരു റിയാലിറ്റി ഷോയ്ക്ക് ഒരു സ്റ്റേജ് കിട്ടിയില്ലെങ്കിൽ ഒരു പാട്ട് പാടി യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ ഇട്ട് കഴിഞ്ഞാൽ സംഭവം നല്ലതാണെങ്കിൽ എത്രയോ പേരങ്ങനെ വൈറലാവും. തീർച്ചയായിട്ടും അല്ലേ? അതൊരു നല്ല ഫേസും കൂടിയാണ്. ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഫേസ് ഇപ്പോൾ ആക്ച്വലി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫേസാണ്. കാരണം ഈവൻ ഇൻഡിപെൻഡന്റ് മ്യൂസീഷ്യൻസിനാണെങ്കിലും അവർക്കൊരു സ്പേസ് ഉണ്ട്. ഇപ്പം മീനാക്ഷി പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഒരു പാട്ട് ചെയ്താൽ, സ്വന്തമായിട്ടൊരു പാട്ട് ചെയ്താലോ അല്ലെങ്കിൽ ഒരു കവർ ചെയ്താലോ, ഇപ്പൊ ചിലരുണ്ട് കാറിൽ ഇരുന്നിട്ടൊക്കെ പാടി വീഡിയോ ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ ഇവരെല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഫാൻസ് ഉണ്ടെന്നുള്ളതാണ്. എക്സാക്ട്ലി, ദാറ്റ്സ് എ ഗുഡ് തിങ്. നല്ലൊരു ചേഞ്ച് ആണ്. അതെ അതെ. അയ്യോ, ഇദ്ദേഹത്തെ ഇത്ര നേരം ഇവിടെ കൊണ്ട് ഇത്രയും പാട്ട് പഠിച്ചില്ല. ഞാനേ മുകളിലിരുന്ന് മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയ ചേച്ചി പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊരു പാട്ട് പാടി തരുമോ? ഒരു കുഞ്ഞ് അയ്യോ പാട്ടിന്റെ പേര് ഞാൻ ഇപ്പം മേലേ മേലേ മാനം, അതൊന്ന് പാടിത്തരും ചേച്ചി. യെസ്, പാടാം. വേനൽക്കിനാവിൻ്റെ ചെപ്പിൽ വീണുമയങ്ങുമെൻ മുത്തേ, നിന്നെ തഴുകിത്തലോടാൻ നിർവൃതിയോടെ പുണരാൻ ജന്മാന്തരത്തിൻ പുണ്യം പോലെ ഏതോ ബന്ധം പോലെ നെഞ്ചിൽ കനക്കുന്നു മോഹം, മേലേ മേലേ മാനം, മാനം നീളെ മഞ്ഞിൻ കൊടാരം, അതിലാരോ ആരാരോ നിറദീപം ചാർത്തുന്നു. ബ്യൂട്ടിഫുൾ. അതിൽ കാണുന്ന വാവ ഏതാ? അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളാണ്. ഇപ്പോ എനിക്കിപ്പോ ഒരു 5-6 കൊല്ലമായിക്കാണ് ഇറങ്ങിയിട്ട്. അതെ അതെ. അവളും ഞാനും കൂടെ ഉള്ളൊരു പാട്ട് ഇനി ഉടനെ വരുന്നുണ്ട്, വലുതായ കുട്ടിയുടെ ഒപ്പം. എന്തായാലും വെയിറ്റിംഗ് ടു സീ ദാറ്റ്. ചേച്ചിക്ക് എന്ത് തോന്നുന്നു, ലൈക്ക് ഈ ഒരു ജേർണി ഇപ്പൊ ഇത്രയായിട്ട് ചേച്ചി ഉദ്ദേശിച്ച ഒരു ലെവലിൽ ഒരു ഇൻഡിപെൻഡന്റ് സിംഗർ ആവാനായിട്ട് ഇപ്പം ഓവർ ദ 15 years ചേച്ചിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് തോന്നുന്നു? അതൊരു നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ നമ്മളൊക്കെ തുടങ്ങിയ സമയത്ത് ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന് അത്ര പ്രാധാന്യം ആ സമയത്തില്ല. ഇപ്പോഴാണ് കുറച്ചും കൂടെ ഒന്ന് ഓണായിട്ട് വരുന്നത്. ഞാനും കമ്പോസ് ചെയ്യാൻ തുടങ്ങുന്നതും ഒക്കെ ഇപ്പോഴാണ്. ഈവൻ നമ്മൾ കാണുന്നുണ്ട്, ജോബേട്ടനെ ആണെങ്കിലും സൂര്യചേട്ടനെ ആണെങ്കിലും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ചെയ്യാനൊരു പേടിയോ, നമ്മൾ ചെയ്താൽ ആള് കാണുമോ എന്ന് എന്തൊക്കെയോ കുറെ ഇൻഹിബിഷൻസ് കൊണ്ട് ചെയ്യാതിരുന്നിട്ടുണ്ട്. അന്നത്തെ നമ്മുടെ മെയിൻ ആഗ്രഹം സിനിമയിൽ പാടുക, വലിയ പ്ലേ ബാക്ക് സിംഗർ ആവുക. അതാണല്ലോ അന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ. അതാണ് നമ്മുടെ മുന്നിൽ ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ ചിത്ര ചേച്ചി, സുജാ ചേച്ചി, MG സാറ്, ദാസങ്ങള്, പിന്നെന്താ ജയേന്ദ്രൻ സാറ്, അങ്ങനത്തെ ആളുകളാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ജോൾസ് നേച്ചി, വിധു ചേട്ടൻ, അങ്ങനത്തെ ഇപ്പൊ എല്ലാവരും പ്ലേ ബാക്ക് സിംഗേഴ്സ് ആണ്, സിനിമയെ പാടുന്നവരാണ്. അപ്പൊ നമുക്കും ആഗ്രഹം അതായിരുന്നു. പക്ഷെ നടന്നില്ല. അത് കുറച്ച് സിനിമകളിലൊക്കെ പാടിയിട്ടുണ്ട്, പക്ഷെ അല്ലാണ്ട് അത് വലിയ കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല. അപ്പോൾ സോ വൈ നോട്ട് നമ്മുടെ തന്നെ ഒരു ഇത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിക്കൂടാന്നുള്ള രീതിയിലാണ് ഇൻഡിപെൻഡന്റ് രീതിയിൽ തുടങ്ങിയത്. പക്ഷേ ഇറ്റ്സ് ഗോയിങ് ഗുഡ്. ആ ഒരു എന്താ ഞാൻ പറയാം, ഇപ്പോൾ ഒരു സിനിമയിൽ നമ്മൾ പാടുന്നതിൻ്റെ അത്രയും ഒരു വൈഡ് റേഞ്ച് ഓഫ് ഒരു പോപ്പുലാരിറ്റി അല്ലെങ്കിൽ ഒരു ഫെയിം ഈ ഇൻഡിപെൻഡന്റ് ഇതിനകത്തുനിന്ന് വരും എന്ന് ഞാൻ പറയുന്നില്ല. ആ ഒരു ഫേസിലല്ല നിൽക്കുന്നത്. തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു സിനിമയുടെ പാട്ടിറങ്ങിയാൽ മേ ബി ഒരു 50 മില്യൺ 60 മില്യൺ പോകുമെങ്കിൽ നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആർട്ടിസ്റ്റുകൾ നിൽക്കുന്നത് അവർക്കും മേ ബി 2 മില്യൺ 3 മില്യൺ ഒക്കെ ആയിരിക്കും മാക്സിമം വ്യൂസ് പോവുക. പിന്നെ ഓഫ് കോഴ്സ് നമുക്ക് നമ്മുടെ ലാംഗ്വേജിൻ്റെ ഒരു ബാരിയറും ഉണ്ട്. അത് ബ്രേക്ക് ചെയ്യാൻ പറ്റണം. നമ്മുടെ ഇൻഡിപെൻഡൻസ് സീൻ കുറച്ചും കൂടെ വ്യത്യാസമാണ് ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ ഐ എം റിയലി ഹാപ്പി, തിങ്സ് ആർ ഹാപ്പനിങ്. ഇപ്പോൾ ഡാപ്സി, നീരജ് മാധവ് അങ്ങനത്തെ ഹിപ്പ് ഹോപ്പ് ഒക്കെ
ഭയങ്കര ഓണായിട്ട് വന്നിട്ടുണ്ട്. അവരുടെ അത് കുറച്ചും കൂടെ കേറുന്നുണ്ട്. പക്ഷെ നമ്മുടെ പാരലലി പ്രോപ്പർ ഇൻഡിപെൻഡന്റ് മ്യൂസിഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ വെച്ചിരിക്കുന്നത് അവരുടെ ഒരു പാത്തും വ്യത്യാസമാണ്. കൊമേഴ്ഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ എത്രത്തോളം കൊമേഴ്ഷ്യൽ ആണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഞാനൊക്കെ ലെസ് കൊമേഴ്ഷ്യൽ സൈഡ് ചിന്തിക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ പിന്നെ സക്സസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന പോലെ ഇരിക്കുമല്ലോ. സോ ഐ എം ഹാപ്പി വിത്ത് വാട്ട് എവർ ഇസ് ഹാപ്പനിങ്. ഐ എം ഹാപ്പി വിത്ത് ദി മ്യൂസിക് സീൻ, കറന്റ് സീൻ. ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിനോടുള്ള ഒരു എന്താ റിസീവിങ് ഇത് നല്ല രീതിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് ദൂരം എനിക്ക് പോവാനുണ്ട് എന്നുള്ളൊരു ഇത് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. പാട്ട് ഒരിക്കലും നമ്മള് സംഗീതം ഒരിക്കലും പഠിച്ചാലും തീരത്തില്ല. എത്ര എന്തൊക്കെ ചെയ്താലും തീരുകയല്ലാത്തൊരു സംഭവമല്ലേ. അതെ അതെ. ഇത് കഴിഞ്ഞ് പാട്ട് ക്ലാസ്സിനാണ് പോകുന്നത്. വൈദ്യ ചേച്ചി ഇപ്പൊ എന്താ പഠിക്കണേ ചേച്ചി? പാട്ടില് ക്ലാസിക്കൽ? ഞാൻ ഹിന്ദുസ്ഥാനിയാണ് പഠിക്കുന്നത്. അപ്പം ഇനി ഞാൻ എൻ്റെ അരങ്ങേറ്റമായിരുന്നു. അപ്പൊ ഹിന്ദുസ്ഥാനി ക്ലാസിക്കലാണ് പഠിക്കുന്നത്. ബോണി സാറിന്റെ അടുത്താ പഠിക്കുന്നത്. രണ്ടുപേര് ചേച്ചി? പിന്നെന്താ, ഇതൊരു ചോട്ടാ ഖയാലാണ്. യമൻ എന്ന് പറഞ്ഞ രാഗത്തിലുള്ള ഒരു ചോട്ടാ ഖയാലാണ്. बाजे बिछुआ छनन छनन रे, बाजे बिछुआ छनन छनन रे, कासो बचाओ मोरी लजुआ, कासो बचाओ मोरी लजुआ, ओ गरिया ओ गरी ओ गरिया बाजे മോരേ. ബ്യൂട്ടിഫുൾ. ചേച്ചി ഏതോ ഒരു മീഡിയക്ക് കൊടുത്ത ഇന്റർവ്യൂലാണോ അതോ ചേച്ചിയുടെ തന്നെ ഒരു ബൈറ്റിൽ പറയുന്നതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ചേച്ചി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പാട്ട് പാടാൻ ഇഷ്ടമാണ്, അതെന്നെ ഭയങ്കര ഹാപ്പി ആക്കി വെക്കും. അത് സിനിമ എന്നൊരു വ്യത്യാസമില്ല എന്നൊരു വ്യത്യാസമില്ല. അപ്പം ചേച്ചീനെ എപ്പോഴും ആ ഒരു ബാലൻസിൽ നിർത്തുന്നത് മ്യൂസിക് ആണോ? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ അല്ല, അങ്ങനെ പറയാൻ പറ്റൂല. ഇല്ലെങ്കിൽ എനിക്കൊക്കെ പണ്ടേ പ്രാന്തായി പോയി പറയാൻ പറ്റും. പക്ഷെ ദാറ്റ് ഈസ് എ റോങ് ടേം ടു യൂസ്. പക്ഷെ ഒരു എന്താ പറയാ, ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഇൻഡസ്ട്രി, നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ഭയങ്കര മ്യൂസിക് എന്ന് പറഞ്ഞ ഫീൽഡ് തന്നെ ആസ് എ ബിസിനസ് എടുക്കുവാണെങ്കിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് അൺസർട്ടനിറ്റി. ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പിള്ളേർ ചോദിക്കുമ്പോൾ ഞാൻ ഓപ്പൺ ആയിട്ട് അവരുടെ അടുത്ത് പറയാം, ഇതിനകത്ത് ഒരുപാട് അൺസർട്ടനിറ്റി ഉള്ളൊരു ഇൻഡസ്ട്രിയാണ് നമ്മുടേത്. പക്ഷേ ഈസ് ദിസ് അൺസർട്ടനിറ്റി വർത്ത് എന്ന് ചോദിച്ചാൽ യെസ്. ആ മ്യൂസിക് ആണ് അതിനകത്ത് ആ സെയിം സാധനം കൊണ്ടുവരുന്ന ഒരു ഇപ്പൊ ഈ ഇൻഡസ്ട്രി ഇൻസൈൻ ആയിട്ടാണ് പോകുന്നതെങ്കിലും, അല്ലെങ്കിൽ അതിനകത്ത് ബിസിനസ് ഇൻസൈൻ ആയിട്ട്, ഇൻഡസ്ട്രി എന്ന് ഞാൻ പറയത്തില്ല, ബിസിനസ് ഇൻസൈൻ ആയിട്ടാണ് പോകുന്നതെങ്കിലും അതിനകത്ത് ആ സെയിം സംഭവം കൊണ്ടുവരുന്നത് മ്യൂസിക് ആണ്. ആ സെയിം കാര്യമാണ് എനിക്ക് പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ട് പാടാൻ ഇഷ്ടമാണ്, മ്യൂസിഷ്യൻസിന്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടമാണ്, അവരുടെ കൂടെ ചില്ല് ചെയ്യാൻ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ഒരു പാർട്ടി പേഴ്സൺ ഒന്നും അല്ല. അപ്പൊ എനിക്ക് ഇഷ്ടം ഇപ്പൊ നമ്മുടെ ബാൻഡിലെ ആൾക്കാരൊക്കെ ആയിട്ട് ഇച്ചിരി പാട്ടൊക്കെ കേട്ട് നൈസായിട്ട് ഇങ്ങനെ ചില്ലിപ്പോ ഒരു ഒരു ഗസൽ കോൺസെർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പോകുക, അതൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള പരിപാടികൾ. വേറൊരു തരം. അപ്പൊ ചേച്ചി സ്റ്റേജിൽ പാട്ട് പാടുമ്പോ ഞാൻ കണ്ടു ചേച്ചി ഡാൻസ് കളിച്ച് തുള്ളിച്ചാടി. അത് എന്റെ മറ്റൊരു മുഖം. പല പല മുഖങ്ങളുണ്ട്. ഇപ്പൊ ഞാൻ താഴെ ഇച്ചിരി സൈലന്റ് ആയിട്ടുള്ള ആളാ. പക്ഷെ സ്റ്റേജിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഇവർക്ക് സംശയമായിരിക്കുവേ, താഴെ ഈ കൊച്ച് എന്തെങ്കിലും ചെയ്യുവോ സ്റ്റേജിൽ കയറിയിട്ട് എന്നൊക്കെ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പറയും, ദൈവമേ ഈ കൊച്ച് ഇത്ര ചെയ്യുമായിരുന്നു എന്ന് അങ്ങനെ ചോദിക്കും. പക്ഷെ എനിക്കിഷ്ടമാണ് സ്റ്റേജ്, ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈ തരുന്ന കാര്യം സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്. ഇപ്പോൾ ചിലർ പറയാറുണ്ട് റെക്കോർഡിംഗ് ആണോ ലൈവ് ഷോസ് ആണോ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയും. ഞാൻ സിമ്പിളായിട്ട് ചൂസ് ചെയ്യും, എനിക്ക് ലൈവ് ഷോസ് ആണ് ഇഷ്ടം. കാരണം അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഹൈ എന്ന് പറയുന്നത് വേറെ ലെവലാണ്. നമുക്ക് ലൈവായിട്ട് ആൾക്കാരുടെ അടുത്തുനിന്ന് കിട്ടുവാണ്. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് സ്റ്റേജിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അല്ലെങ്കിലും സംസാരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അവരുമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ആ കണക്ട് കിട്ടും. ആ ഒരു
ബേസിക്കലി മ്യൂസിക് എന്താണ്, അല്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ഏത് ആർട്ട് ഫോം ആണെങ്കിലും നമ്മുടെ ഇമോഷൻ ആയിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുന്നത്. അത് അവിടെ എത്തി അവർക്കത് കറക്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് തിരിച്ച് കിട്ടും. ആ ഒരു കണക്ഷൻ, ആ കണക്ഷൻ ദാറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, ദാറ്റ് ഈസ് സോ അൺറിയൽ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിസ് അൺസർട്ടനിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. അൺസർട്ടനിറ്റി എന്ന് ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു 9 to 5 ജോബ് അല്ല ഇത്. അപ്പോൾ ഫിനാൻഷ്യലി എല്ലാവർക്കും എല്ലാ മാസവും എല്ലാവർക്കും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല. ദർ ഇസ് ലോട്ട് ഓഫ് അൺസർട്ടനിറ്റി കണക്ട്. നമുക്ക് എല്ലാ മാസവും ഇത്ര വർക്ക് ഉണ്ടാകും. ഓക്കെ, ഈ മാസം എനിക്കൊരു 20 ഷോ ഉണ്ടാവും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഒരു ഇപ്പം ഈ ഓണത്തിന് വയനാട്ടിലെ വിഷയം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷോസ് എല്ലാം കട്ട് ഡൗൺ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതൊരു മേജർ കാര്യം തന്നെയാണ്. ഡെഫിനറ്റ്ലി അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. ഐ റിയലി സിമ്പത്തൈസ് ആൻഡ് എംപത്തൈസ് വിത്ത് വാട്ട് എവർ ഇസ് ഹാപ്പനിങ്. പക്ഷെ ആ സംഭവം നടക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നാച്ചുറൽ കലാമിറ്റി നടക്കുമ്പോൾ ഇപ്പുറത്തെ ആർട്ട് സൈഡിലുള്ളവർക്ക് ഒരു അൺസർട്ടൺ സംഭവം വരും. കാരണം ഇവരുടെ ഷോസ് എല്ലാം ക്യാൻസൽ ആകും. ഇപ്പോൾ ഡെയിലി വേജസിന് ജോലി എടുക്കുന്ന മ്യൂസീഷ്യൻസും ഉണ്ട്. നമ്മൾ ഇതിനകത്ത് സംസാരിക്കുമ്പോൾ വളരെ തുച്ഛമായ വേജിന് ജോലി എടുക്കുന്ന ആൾക്കാരുണ്ട്, ഡെയിലി വേജസിന്. അപ്പോൾ ഇവരും അഫക്റ്റഡ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അൺസർട്ടനിറ്റി എന്ന് ഞാൻ പറയുന്നത്. ഐ വാസ് ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ദി അൺസർട്ടനിറ്റി. പക്ഷേ ഇതിനെല്ലാം മറുപടി കിട്ടുന്നത് മ്യൂസിക്കിനകത്തുനിന്നാണ്. എനിക്ക് ചേച്ചി ഇപ്പം നേരത്തെ 2 കാര്യങ്ങൾ പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായത്, ചേച്ചി എപ്പോഴും ചേച്ചിയുടെ ഇമോഷൻസ് ആയാലും ചേച്ചിയോട് ആൾക്കാർ കൺവേ ചെയ്യുന്ന ഇമോഷൻസ് ആയാലും അറ്റ് ഇറ്റ്സ് റോയസ്റ്റ് ഫോം എന്ന് ഒരു നിർബന്ധമുള്ള ആൾ പോലെ. നേരത്തെ ആൾക്കാർ വന്നിട്ട് നേരെ വന്ന ഒപ്പീനിയൻ തരുന്നതാണ് എനിക്ക് ഇഷ്ടം എന്നും പറഞ്ഞു. ഇപ്പൊ ഓഡിയൻസിനടുത്തുള്ള നേരിട്ടുള്ള കണക്റ്റിനെ പറ്റിയിട്ടും പറഞ്ഞു. ശരിയാണോ ചേച്ചി? എനിക്ക് നേരിട്ടുള്ളതാ ഇഷ്ടം. ഓണസ്റ്റ് ആയിട്ട് പറയുന്നതുമാണ് ഇഷ്ടം. ഞാൻ ജെന്യൂൻ ആയിട്ടുള്ളൊരു ആളാണ്. പിന്നെ പോക്കർ ഫേസ് ഇച്ചിരി കുറവാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുഖത്ത് വരും. ഫേക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ. എന്തെങ്കിലും ഒരു സാധനം മുഖത്ത് വരും. ഇപ്പൊ ഈവൻ സ്റ്റേജിൽ ഒരു സംഭവം തെറ്റിയാലും പണ്ടൊക്കെ മുഖത്ത് വരുന്നു, ഇപ്പൊ അത് പഠിച്ചു. ഇപ്പൊ വന്നാലും മറ്റേ അങ്ങ് മാനേജ് ചെയ്ത് പോവാവുന്ന സംഭവത്തിലെത്തി. പക്ഷെ വീണാലും നമ്മൾ 4 കാലിൽ ഇപ്പൊ വീഴത്തുള്ളൂ. ഓക്കെ, അപ്പൊ പാട്ട് ഇത്രയും ഇഷ്ടമുള്ള ഒരാള് പാട്ടാണ് സെയിൻ ആക്കി വെക്കുന്നത് എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഗെയിം കൊടുക്കുകയാണ്. ചേച്ചി, സംഭവം വളരെ എളുപ്പമാണ്. ഞാൻ ഓരോ ഇമോഷൻ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തെ പറ്റിയിട്ട് പറയാം. ഇതൊക്കെ ചേച്ചിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് ഓർമ്മയിൽ ഉണ്ടാകുമല്ലോ. അതിന്റെ ഒരൊറ്റ വരി ഒന്ന് വേഗം പാടി തരിക. ഓക്കെ, സോ A song that remind you of എന്നാണ് ഞാൻ ഇതിന് പേരിട്ടിരിക്കുന്നത്. വലിയ പേരാണ്. ഓക്കെ, ആദ്യത്തേത് സ്കൂൾ ഡേയ്സ്. സ്കൂൾ ഡേയ്സ് ആണെങ്കിൽ ഹൃദയവും പുണരുവി. ഞാൻ +2 പഠിക്കുമ്പോൾ ഇറങ്ങിയ പാട്ടാ. അപ്പൊ ആ സമയത്ത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ സമയത്ത് സ്കൂളിൽ നമുക്ക് ഗാനമേള ഉണ്ടായിരുന്നു, സ്റ്റുഡൻസിന്റെ ഗാനമേള. അപ്പൊ അന്നത് പാടിയപ്പോ അതിന്റെ കൂടെ പാടിയ പയ്യന് മറ്റേ ഭയങ്കര ഫാൻ ഫോളോയിങ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ ചേച്ചി ആരെങ്കിലൊക്കെ നോക്കിയാണോ അത് പാടിയത്? ഞാൻ ആരെ നോക്കിയിട്ടില്ല, എന്റെ കൂടെ ഒന്ന് പാടിയ പയ്യനെ ആൾക്കാർ നോക്കിയിട്ടുണ്ട്. ചേച്ചീനെ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ അറിയാമോ? അത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇവിടെ ഫാൻസ് കൂടുതലായിരുന്നത് കാരണം. ഓക്കെ, ഇനി അടുത്തത് സംതിങ് ദാറ്റ് റിമൈൻഡ്സ് യു ഓഫ് ലവ്. പ്രണയത്തെ പറ്റി ഓർമ്മ വരുന്ന ഒരു പാട്ട്. ആരാധികേ മഞ്ഞുതിരും മഴയരികേ. ഓക്കെ, ഇനി അടുത്തത് സാഡ്നെസ്. സങ്കടം വരുമ്പോ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട്. സങ്കടം വരുമ്പോ പാട്ട് കേൾക്കാറില്ല. ഇല്ലേ? ഞാനൊക്കെ പാട്ട് കേൾക്കും, എന്നിട്ട് ആ പാട്ട് കേട്ടിട്ടിരുന്ന വല്ലാത്ത തരം സൈക്കോ. പക്ഷെ എന്റെ കൂട്ടുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഈ ചില ഗസലൊക്കെ കേട്ടിട്ട് ഒരു വീട്രാഗ് എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിഷ്യൻ ഉണ്ട്, അദ്ദേഹത്തിന്റെ ഒരു ഗസലുണ്ട്. ഹേമന്തരാത്രി പകരൂ വിഷാദ സോമം, അങ്ങനെ ഒരു പാട്ടുണ്ട്. അപ്പൊ അത് ഇടയ്ക്ക് കേൾക്കാറുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷെ അത് വിഷമം വരുമ്പോഴൊന്നുമല്ല. ഞാൻ കേൾക്കണ പാട്ട് തന്നെ സങ്കടം വരും. മറ്റേ പാട്ടില്ലേ, എന്നും ഓർക്കുന്നു, അത് കേൾക്കുമ്പോ സങ്കടം വരും. ശരിയാട്ടോ. അങ്ങനെയാണെങ്കിൽ വേറൊരു പാട്ടുണ്ട്, ഒരു ഹൈലൈറ്റ് പാട്ട്. നിറത്തിനകത്തൊരു പാട്ടുണ്ടല്ലോ, യാത്രയായി സൂര്യാങ്കുരം. ഒരാവശ്യമില്ലാണ്ട് നിങ്ങൾ ആ പാട്ട് കേട്ടോ ഒക്കെ എപ്പോഴെങ്കിലും കാര്യം. അതിനകത്തൊരു സ്ട്രിങ്ങിന്റെ സെക്ഷൻ ഉണ്ട്, അത് വന്നു കഴിയുമ്പോൾ എന്താണെങ്കിലും കരച്ചിൽ വരും. ഓക്കെ, അപ്പൊ അതാണ് സങ്കട പാട്ട്. ഇനി അടുത്തത് ചേച്ചിക്ക് ഭയങ്കരമായിട്ട് കേട്ട് കഴിഞ്ഞാൽ കോൺഫിഡൻസ് കിട്ടുന്ന ഒരു പാട്ട്.
ഏയ് ബനാനെ ഒരു പൂ തരാമോ, ഏയ് ബനാനെ ഒരു കായ് തരാമോ. അത് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. കേൾക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഒരു ഗേൾസ് സോങ്. കുണുക്കു പെൺമണിയേ ഞാൻ ഓർത്ത് ചേച്ചി പറയാൻ പോകുന്ന പാട്ട് ചേച്ചി ഇട്ടിട്ടുണ്ട്. ശിലയിൽ നിന്ന് അപ്പഴേ കൊടുക്കും. നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ, അതിനെക്കാട്ടി ലോക്കലാണ്. അടുത്തത് ചേച്ചിയുടെ കോളേജ് ടൈമിന്റെ ഓർമ്മകൾ നൽകുന്ന ഒരു പാട്ട്. ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഇറങ്ങിയ പാട്ടൊന്നും അല്ല, പക്ഷെ ഒരു കണക്ഷൻ ഇല്ലല്ലോ. ഞാനും എന്റെ ബെസ്റ്റ് ഫ്രണ്ടും എപ്പോഴും കാറിൽ കേൾക്കുന്ന പാട്ടാണ്. ഇത് കവർ ചെയ്തിട്ടില്ലേ? അവളെ കാണിച്ച് പ്രത്യേകം എല്ലാം ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഇത് റിലീസ് ചെയ്തത്. ഓക്കെ, അതിൽ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടോ അതിനകത്ത്? ഇല്ലില്ല, അവള് വന്നിട്ടില്ല. ഓൾറൈറ്റ്. അപ്പം ഇനി അടുത്തത് ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ഉള്ള ഒരു പാട്ട്. ആ മെമ്മറി എന്താന്ന് ഈ ഒരു പാട്ട് രണ്ടുപേരും പാടിയിട്ട് പറയണം നമ്മുടെ അടുത്ത്. ബ്യൂട്ടിഫുൾ മെമ്മറി എന്നൊന്നും പറയുമ്പോ ഒന്നും വരുന്നില്ലല്ലോ ദൈവമേ, അതൊരു തെറ്റാണോ? ഒരിക്കലും അല്ല. കുഹു കുഹു ബോലെ കോയലിയാ കുഞ്ച കുഞ്ചവേ മൗരേഡോലേ ഗുൻഗുൻ ബോലെ ആ കുഹു കുഹു. ഈ പാട്ട് ഓഡിഷന് പാടിയത്. ഈ പാട്ട് കേട്ടാണ് സെലക്ട് ചെയ്തത്. ഇത് സ്റ്റാർ സിംഗർ എന്ന് പറയുന്ന ഒരു ഷോ എന്നാണല്ലോ അഞ്ജു ജോസഫ് എന്ന് പറയുന്ന ഒരു പാട്ടുകാരി ഉണ്ടെന്ന് കേരളം മുഴുവനും അറിയുന്നത്. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ഓഡിഷന് പോകാൻ തീരുമാനം എടുത്ത ഒരു ദിവസമോ അല്ലെങ്കിൽ പോയൊരു യാത്രയോ ഒക്കെ? എങ്ങും പറഞ്ഞു കേട്ടിട്ടില്ല, ഒന്ന് പറയോ? ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പൊ വേറൊരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു, മെഗാസ്റ്റാർ എന്ന് പറഞ്ഞ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ചിത്ര ചേച്ചി ആയിരുന്നു അതിന്റെ ജഡ്ജ്. ഏത് ചാനലായിരുന്നു? ജീവൻ ടെലികാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പൊ അതിനകത്ത് സിത്താര ചേച്ചിയൊക്കെ കണ്ടസ്റ്റന്റ് ആയിരുന്നു. ചേച്ചിയായിരുന്നു ഫസ്റ്റ്. സെക്കൻഡും തേർഡും വന്ന ചേച്ചിമാര് രണ്ടുപേരും ഇപ്പൊ മ്യൂസിക് ഫീൽഡിൽ അങ്ങനെ വലിയ കാര്യമായിട്ടില്ല. ഫോർത്ത് വന്ന ഞാനായിരുന്നു എന്ന് തോന്നുന്നു, കറക്റ്റ് ഓർക്കുന്നില്ല. ഫോർത്ത് ഏതായാലും ഫൈനൽ 5-നകത്ത് ഞങ്ങള് കുറച്ച് പേരുണ്ടായിരുന്നു. അപ്പൊ ഇവരെല്ലാവരും കൂടെ അന്ന് ഫിനാലേക്ക് എല്ലാവരും വരുമല്ലോ. ഫിനാലെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് സ്റ്റാർ സിംഗറിന്റെ ഫൈനൽ ഓഡീഷൻ. എല്ലാവരും കൂടെ ഒരു വണ്ടിയും പിടിച്ച് എല്ലാരും കൂടെ പോകുന്നത്. ഈ സിത്താർ ചേച്ചി ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഓഡീഷന് പോയിട്ടുണ്ട്. ചേച്ചി വിന്നർ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ചേച്ചിക്ക് അതിൻ്റെതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു തോന്നുന്നു ആ സമയത്ത്. അന്ന് ചേച്ചി പ്ലേ ബാക്ക് ഒന്നും ചെയ്തിട്ടില്ല. ചേച്ചിയും കോളേജിൽ പഠിക്കുന്ന സമയമാണ്, ഞാൻ +1 +2 പഠിക്കുന്നേയുള്ളൂ ആ സമയത്ത്. അപ്പൊ എല്ലാരും കൂടെ ഇതിന്റെ ഓഡീഷന് പോയി. ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മള് വഴിയൊക്കെ ചോദിച്ച് വിഷ്ണു എസ് കുറുപ്പ്, ശിഖ, രാകേഷ് ഏട്ടൻ, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു. എല്ലാം കൂടെ പോയത്. നേഹ. അവിടെ എത്തി. ഇത് പറഞ്ഞ സമയത്തൊന്നും ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. രാവിലെ 9 മണിക്കേ അവിടെ നമ്മൾ ചെന്നിരിക്കുന്ന. എന്റെ ഓഡീഷൻ നടന്നത് എനിക്ക് തോന്നുന്നു മേ ബി ഒരു 3 മണി 4 മണിക്കൊക്കെ ആയിരിക്കും. രാവിലെ 9 മണിക്ക്. അപ്പൊ അവിടെ പുളിയറക്കോണം സ്റ്റുഡിയോയിലാണ് ഓഡീഷൻ നടക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യമായിട്ടാണല്ലോ ശരത് സാറിനും MG സാറും ആണ് രണ്ടുപേരുമാണ് ഇരിക്കുന്നത് ഓഡീഷൻ ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മൾ ഈ വൈവക്കൊക്കെ കയറുന്നതിന് മുന്നേ സാധനമില്ലേ, ആദ്യം വേറെ നിനക്ക് കിട്ടിയ ഈ സാധനം ഇല്ലേ അത് ചോദിച്ച് അവിടെ ഒരു പുൽത്തകടി ഉണ്ട്. പുൽത്തകടിയിൽ ഇരുന്ന് എല്ലാരും കഴിച്ചതും അങ്ങനത്തെ കുറെ ഓർമ്മകളൊക്കെ ഉണ്ട്. അന്ന് പോയ എല്ലാരും സെലക്ടഡ് ആയിട്ടോ. നിങ്ങളൊക്കെ ഒരു ബെൽറ്റ് ആണല്ലേ? അപ്പൊ അങ്ങനെയായിരുന്നു ഓഡിഷൻ. അന്ന് പോയ എല്ലാരും സെലക്ടഡ് ആയി. പക്ഷെ കുറെ പേരൊന്നും ഇപ്പൊ മ്യൂസിക് ഫീൽഡിൽ ഇല്ല. എല്ലാവരും അവരവരുടെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയി. പക്ഷെ അവിടെ ഇവിടെയൊക്കെ എല്ലാവരും കാണുമ്പോൾ ഭയങ്കര സന്തോഷം. കണക്റ്റഡ് ആണ്. ഇന്നും ചേച്ചി ഭയങ്കരമായിട്ട് ഒരു ബന്ധം സൂക്ഷിക്കുന്ന കണ്ടസ്റ്റൻസ് ആരൊക്കെയാണ്? ശ്രീനാട്ടൻ എനിക്ക് സ്വന്തം ചേട്ടനും പോലെ. അന്ന് ഞാനും ശ്രീനാട്ടനും വലിയ കൂട്ടൊന്നുമല്ല. സ്റ്റാർ സിംഗർ ടൈമില് ഇപ്പൊ ചേട്ടനെ കാണുമ്പോൾ ഞാനും ഹായ്, ചേട്ടനും ഹായ്, ഇത്രേ ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വളരുമല്ലോ, ആസ് ഹ്യൂമൻ ബീയിങ്സ് നമ്മള് ഗ്രോ ചെയ്യും, ഇവോൾവ് ചെയ്യും. അപ്പോഴാണ് അന്നത്തെ സമയത്ത് ഞാനും ചേട്ടനും കൂട്ടുകൂടിയത് ഞങ്ങൾ പൊരിഞ്ഞതല്ലായിട്ട് പോന്നേനെ. പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു നമ്മളൊരു 5 കൊല്ലമൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ നല്ല കൂട്ടായത്. ചേട്ടനായിട്ട് പെർഫോം ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് റീസെന്റ് സെപ്റ്റംബറിൽ വി ഹാഡ് എനിക്ക് തോന്നുന്നു 5-6 ഷോസ് ഉണ്ടായിരുന്നു നമുക്ക് പുറത്ത്. അപ്പൊ ഹീസ് എ നൈസ് പേഴ്സൺ ഓൾസോ. ഹീസ് എ ഗ്രേറ്റ് ഹ്യൂമൻ ബീയിങ് ടു ചിൽ വിത്ത്. രഞ്ജിനി ചേച്ചിയായിട്ട്, ചിത്ര ചേച്ചിയായിട്ട്, MG സാറൊക്കെ ആയിട്ട് കാണാം. MG സാറുമായിട്ട് ഞാൻ കഴിഞ്ഞ 1 കൊല്ലം മുന്നേ വരെ സാറുമായിട്ട് ഷോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ ഷോസ് വരുമ്പോ എന്നെ പാടാനായിട്ട്
വിളിക്കുമായിരുന്നു. അപ്പോൾ നല്ല രസമാണ്, സാറിൻ്റെ കൂടെയും ചില്ല് ചെയ്യാൻ ഭയങ്കര രസമാണ്. അപ്പോൾ നമ്മൾ ഒരിക്കൽ ആഫ്രിക്കയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു ജംഗിൾ സഫാരിയോ എന്താ ചെയ്തു. അപ്പൊ അന്ന് സാറ് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല സാർ ഇത്രയും ഒരു തമാശ നമ്മളെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ആളാണല്ലോ. അപ്പൊ ഇത്ര തമാശക്കാരനാണെന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ടില്ല. സാറ് എനിക്ക് തോന്നുന്നൊരു സിംഹോ അവരിങ്ങനെ അവരൊരു ഫെൻസ് ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, ആ ഫെൻസിന്റെ അപ്പുറത്ത് സിംഹവും സാറ് സിംഹത്തെ ഇളക്കാൻ വേണ്ടിട്ട് ഈ എന്തോ ഒരു പുല്ലൊക്കെ എടുത്തിട്ട് സിംഹത്തിന്റെ ഒരു വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്, ഒരു ജീപ്പ് പോലത്തെ ഒരു സ്ഥലത്തിനകത്താണ് കൊണ്ടുപോകുന്നത്. അപ്പൊ സാറ് മറ്റേ തിരിഞ്ഞിരിക്കുമ്പോ അയ്യോ ബസ് ഇത് വന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയും. അപ്പൊ മറ്റേ നമ്മള് പേടിച്ചു, ഞാനുണ്ട് മൃദുല ചേച്ചിയുണ്ട്, വെറുതെ ഇരിക്കുമ്പോ പേടിപ്പിക്കുക. അപ്പൊ സാർ ഇങ്ങനെ ഒരു എന്താ പറയാ ഫൺ ലവിങ് പേഴ്സൺ ആണെന്ന് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. സാറിന്റെ ആ ഒരു വേർഷനൊക്കെ നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. ആ ഷോയില് ഞാൻ ഇങ്ങനെ ഓർക്കും, സാർ ഐഡിയ സ്റ്റാർസിംഗിൽ ഉണ്ടായിരുന്നപ്പോ ഇരുന്ന ഒരു ജഡ്ജായിട്ടേ അല്ല ഇതിനകത്ത് ഇരിക്കുന്നത്. അതിനകത്ത് പിള്ളേരുടെ അടുത്തൊക്കെ ഒന്നും അറിയാത്ത ആളെ പോലെ ഇത്രയും വലിയ ആളിരിക്കും. പിന്നെ സാറ് കുഞ്ഞുങ്ങളുടെ അടുത്ത് ഇടപെടുന്നൊക്കെ കാണാൻ ഭയങ്കര രസമാണ്. ഇപ്പൊ ചിലർക്ക് സംശയം ഉണ്ടാവും, ഇത് സാറ് സ്ക്രീനിൽ വരുമ്പോ ഇനി അങ്ങനെ ചെയ്യുന്ന അല്ലല്ല. സാറിന് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളെല്ലാരും കൂടെ സാറിന്റെ എനിക്ക് തോന്നുന്നു എത്രയോ വർഷത്തെ ഒരു സെലിബ്രേഷൻ നടന്നു. എത്ര വർഷമാണെന്ന് ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല കേട്ടോ, 50 വർഷമാണെന്ന് തോന്നുന്നു. അതിന് പോയപ്പോ ഈ ടോപ്പ് സിംഗറിലെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സാർ ഇവരുടെ അടുത്തൊക്കെ വർത്താനം പറഞ്ഞു, ഒരാവശ്യമില്ല. സാർ ഇങ്ങനെ ഇങ്ങനെ ചൊറിഞ്ഞിങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിച്ചോണ്ടിരിക്കും ഇവരോട്. അപ്പൊ ഇവരുടെ വായിന്ന് ഇങ്ങനെ കുരുത്തം കെട്ട മറുപടികൾ വരുമല്ലോ. സോ സ്വീറ്റ്. ആ ഒരു കെമിസ്ട്രി കാണാൻ നമ്മൾ ഓഡിയൻസിനും ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര രസമാണ്. അതെ അതെ. ചേച്ചി ഇപ്പൊ കുറെ സിംഗേഴ്സിന്റെ പേര് പറഞ്ഞല്ലോ, ചിലർ മ്യൂസിക് ഇൻഡസ്ട്രിയിലുണ്ട്, ചിലരില്ല എന്ന്. ചേച്ചിക്ക് അന്നേ ഡിസൈഡഡ് ആയിരുന്നു, ഓക്കെ ദിസ് ഈസ് ഗോയിങ് ടു ബി മൈ പ്രൊഫഷൻ ഫോർ ദ ഫ്യൂച്ചർ? ഇല്ല, ആക്സിഡന്റലി പ്രൊഫഷൻ ആയി പോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി പോലൊരു സ്ഥലത്തുനിന്ന് ഒരാള് പാട്ടുമായിട്ട് മുന്നോട്ട് വരിക, നമുക്ക് സിനിമയൊക്കെ നമുക്ക് വളരെ ദൂരത്തുള്ള ഒരു സംഭവമാണ്. അല്ലെങ്കിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിടുക, റിയാലിറ്റി ഷോയിൽ പോവുക, ഇതൊക്കെ നമുക്ക് വളരെ ദൂരത്തെ കാര്യമായിരുന്നു അന്ന്. അപ്പൊ റിയാലിറ്റി ഷോ അത് ഐഡിയ സ്റ്റാർ സിംഗർ അത് കുറച്ചും കൂടെ അടുത്താക്കി തന്നു. അന്നത്തെ ആ ഒരു ഫെയിം വെച്ചിട്ട് നമ്മളെല്ലാവരും പാടാൻ വിളിക്കും, സ്റ്റേജ് ഷോസിനാണ് കൂടുതൽ വിളിക്കുക. അപ്പൊ ആ സമയത്ത് ഇഷ്ടംപോലെ ഡിവോഷണൽസും ആൽബം സോങ്സും ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഷോസിന് വിളിച്ച് ആദ്യമൊക്കെ മറ്റേ എനിക്ക് ദേഷ്യമായിരുന്നു. അയ്യോ എനിക്ക് പഠിക്കാൻ ഇത്തിരി ഇഷ്ടമുള്ള കൂട്ടത്തിലായിരുന്നു. അപ്പം അത് പഠിച്ചെന്തെങ്കിലും ഒരു ജോലി ആക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് ഇച്ചിരി സ്റ്റെബിലിറ്റി വേണ്ട ആളാണ് ഞാൻ. അപ്പൊ ഞാൻ അങ്ങനെ ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ വര മറ്റതായിരുന്നു എന്ന് പറയത്തില്ല. പക്ഷെ ഐ എം ഹാപ്പി ദാറ്റ് ദിസ് ഹാപ്പൻഡ്. നമുക്ക് ചിലപ്പോ കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില മനസ്സിലാവില്ല എന്ന് പറയുന്ന പോലെ തന്നെ എനിക്കൊരു പീരീഡിൽ എനിക്ക് ശ്വാസം മുട്ടൽ വന്നിട്ട് എനിക്ക് പാടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നു. ഒരു 2015-16 ആ സമയത്ത് വളരെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് പാടാനായിട്ട്. അപ്പോഴാണ് ഇതിൻ്റെ ഇത്ര നാൾ ഞാൻ മ്യൂസിക് എന്ന് പറഞ്ഞ സാധനം ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിട്ടാണ് കണ്ടിരുന്നത്. ഞാൻ അന്നും ഞാൻ സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തിട്ടേ പോരത്തുള്ളൂ. എന്റർടൈൻ ചെയ്യാന്നുള്ളതാണ് എൻ്റെ ജോലി. ഞാനത് 100% ചെയ്തിട്ടേ പോരത്തുള്ളൂ. ആസ് എ ജോലി എന്നുള്ള രീതിയിലാണ് അത് ചെയ്തിരുന്നത്. ഇപ്പൊ ചെയ്യുന്നത് ജോലിയായിട്ടല്ല, ഇപ്പൊ ചെയ്യുന്നത് പാഷനായിട്ട്, വളരെ മനസ്സറിഞ്ഞ് സന്തോഷിച്ച് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ പാഷനും പ്രൊഫഷനും ഒന്നായത് മേ ബി ഒരു 27-28 വയസ്സിലായിരിക്കും. ചേച്ചിയുടെ യൂട്യൂബ് ചാനൽ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു സിംഗർ എന്നുള്ള ഒരു ഇതിൽ നിന്നും വേറെ ഒരു ബ്രാഞ്ച് ഓഫ് ഇൻഫർമേഷൻ കൂടി ചേച്ചിയുടെ ഓഡിയൻസിന് ചേച്ചി കൊടുക്കുന്നുണ്ട്. അതായത് ആങ്ഷ്യസ് ടോക്സ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ചേച്ചി ചില കാര്യങ്ങളിൽ ചില ഇന്റർവ്യൂസിൽ പറയുന്നത് കേട്ടിട്ട് എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയി തോന്നിയിട്ടുണ്ട്. ഈവൻ ആങ്ഷ്യസ് ടോക്സിലായാലും ചേച്ചി അതിനെ പറ്റിയിട്ട് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. ദ വേ യു ഡിസ്ക്രൈബ് അബൌട്ട് സെൽഫ് ലവ്, OCD പോലുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ ചേച്ചി പറയുന്നത് ഞാൻ ഭയങ്കര അഡ്മിറേഷനോട് കൂടിയിട്ട് ഞാൻ കേട്ടിരുന്നിട്ടുണ്ട് ഒരു ഇന്റർവ്യൂ. അതിൽ ചോദിച്ചിട്ടുള്ള കുറേ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ യോജിക്കുന്നേ ഇല്ല ആസ് എൻ ഇന്റർവ്യൂവർ. പക്ഷെ ഇങ്ങനെ പബ്ലിക്കിന് അറിയണം, നമ്മൾ കേട്ടിരിക്കുന്നവർ നിങ്ങളെ ഇന്റർവ്യൂ കണ്ടിട്ട് എഡ്യൂക്കേറ്റഡ് ആവണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ചേച്ചി സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു അൺലേണിങ് ചെയ്തിട്ട് ചേച്ചി തന്നെ ഇഷ്ടപ്പെട്ട പ്രോസസ് എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞു. അയ്യോ, അത് ഇച്ചിരി
എളുപ്പമായിരുന്നു എന്ന് ഞാൻ പറയത്തില്ല. അത് അത്യാവശ്യം നല്ല പണിയുള്ള പരിപാടി തന്നെയായിരുന്നു. ഇപ്പോഴും കംപ്ലീറ്റ്ലി ഞാൻ അവിടെ എത്തിയോന്ന് ചോദിച്ചാൽ 100% ഞാൻ പറയത്തില്ല. സ്റ്റിൽ ആ പ്രോസസ്സിൽ തന്നെയാണുള്ളത്. ഇപ്പം ഞാൻ മീനാക്ഷിയോട് ചോദിക്കുകയാണ്, മീനാക്ഷിക്ക് ഞാനൊരു പ്രൊഫഷണൽ ഒന്നും അല്ല കേട്ടോ ഇക്കാര്യത്തിൽ, പക്ഷെ മീനാക്ഷിയോട് ചോദിക്കാം, മീനാക്ഷിയിൽ ഇഷ്ടമുള്ളൊരു 10 ക്വാളിറ്റി പറയാൻ പറഞ്ഞാൽ മീനാക്ഷിക്ക് പറയാൻ പറ്റുമോ? ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ മീ ടു പുട്ട് മൈസെൽഫ്. ഇത് എൻ്റെ വളരെ പേഴ്സണൽ കാര്യമാണ്. Yeah. എനിക്ക് എന്നെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റാറേ ഇല്ല. അതുകൊണ്ട് ഇത് മേ ബി ഒരു അനിയത്തി ഒരു ചേച്ചിയോട് ചോദിക്കുന്നത് പോലെ ഞാൻ ചേച്ചിയോട് ചോദിച്ചതാണ്, സെൽഫ് ലവ് എങ്ങനെയാ ചെയ്യാന്നുള്ളത്. സോ ദിസ് വാസ് എ ക്വസ്റ്റ്യൻ ദാറ്റ് മൈ തെറപ്പിസ്റ്റ് ആസ്ക്ഡ് മീ. ഞാൻ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോൾ ഐ ഡിഡ്ന്റ് ഈവൻ ഹാവ് എ സിംഗിൾ ക്വാളിറ്റി ആ സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പാട്ട് പാടും എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ആയിട്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു പാടുന്നത് ഒരു ക്വാളിറ്റി അല്ല, അത് ടാലൻ്റാണ്. സേ സംതിങ്. ഇപ്പോൾ എന്താ, അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര കൈൻഡാണ് അപ്പടി ഇപ്പടി എന്നപ്പോൾ അല്ലല്ല അതല്ല, ഒരു ക്വാളിറ്റി പറയുവാൻ തോന്നുന്നു. എനിക്ക് ഒരു 1.5-2 മണിക്കൂർ സെഷനിൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റില്ല. പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു വീട്ടിൽ പോയി ആലോചിച്ചിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അടുത്ത സെഷൻ എനിക്കൊരു 1 മാസം കഴിഞ്ഞിട്ടായിരുന്നു. 1 മാസത്തിൻ്റെ തലേ ദിവസം എനിക്ക് ഇതുവരെ ഒരു ക്വാളിറ്റി കിട്ടിയിട്ടില്ല എൻ്റെത്. അപ്പം ഞാനിരുന്ന് എൻ്റെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ ഒരു ക്വാളിറ്റി പറഞ്ഞു തരാമോ? അപ്പോൾ അവർ 10ൽ കൂടുതൽ ക്വാളിറ്റീസ് പറഞ്ഞു. എനിക്ക് ഐ ആം നോട്ട് അവെയർ ഓഫ് ഹൂ ഐ ആം, അല്ലെങ്കിൽ ഞാൻ ഒരു സെൽഫ് അക്സെപ്റ്റൻസ്, സെൽഫ് ലവിനെക്കാട്ടും കൂടുതൽ സെൽഫ് അക്സെപ്റ്റൻസിൽ എത്തിയിട്ടില്ല. അപ്പോൾ ആ ജേണി ഇത്തിരി ബുദ്ധിമുട്ട് തന്നെ ആയിരുന്നു. പിന്നെ അത് ലിസ്റ്റ് ചെയ്തു. അവിടെ നിന്നാണ് ആ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ക്വാളിറ്റീസ് എന്താണെന്ന് ഞാൻ ലിസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ എന്നെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചു. സോ ദിസ് ഇസ് മീ ആൻഡ് ദാറ്റ്സ് ഓക്കെ. അപ്പോൾ അങ്ങനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്താലേ വി ക്യാൻ ഓൺലി സ്റ്റാർട്ട് ലവിങ് അവർ സെൽഫ്സ്. ഇപ്പം എവിടെയൊക്കെയോ വായിച്ച് കേട്ടിട്ടുണ്ട്, ഈ ചിലരുടെ ഇപ്പം എൻ്റെ മൂക്ക് ഭയങ്കര ഇങ്ങനത്തെ ഒരു തരം മൂക്കല്ലേ, ചെത്തി വെച്ച പോലത്തെ മൂക്കല്ലേ. അപ്പോൾ ഈ ലവിങ് യുവർ നോസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ഇഷ്ടപ്പെടാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അത് കോമഡി ആയിട്ട് ഇങ്ങനെ വായിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ അക്സെപ്റ്റിംഗ് യുവർ സെൽഫ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു. ഇപ്പോൾ ഈവൻ ഇഫ് യു ഹാവ് ആങ്സൈറ്റി അല്ലെങ്കിൽ യു ഹാവ് OCD, അത് അക്സെപ്റ്റ് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഈ ചേച്ചി പറഞ്ഞ കാര്യം എനിക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഗൈൻ ഇറ്റ്സ് മൈ വെരി പേഴ്സണൽ തിങ്. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പുതിയ ബാഗോ പുതിയ ചെരുപ്പോ പുതിയ ഡ്രസ്സോ കിട്ടി വെച്ചോ, ഈ ഡ്രസ്സ് തന്നെ ഞാൻ പുതിയതായി വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇത് ആദ്യം അമ്പലത്തിൽ ഇട്ടിട്ട് പോകണം. അമ്മ എന്നോട് പറഞ്ഞു സ്ലീവ്ലെസ് ഇട്ടിട്ട് നമുക്ക് പോവണ്ട. എനിക്ക് ഭയങ്കര അപ്സെറ്റ് ആയിരുന്നു, ഈ അമ്പലത്തിൽ ഇട്ടിട്ട് എന്നെ ഈ ഡ്രസ്സിനെ അണ്ടിലേക്ക് അങ്ങനെയുള്ള ചിന്തകൾ ഭയങ്കരമായിട്ട് പോകും ചേച്ചി. അല്ലേ എനിക്കപ്പോ ചേച്ചിയുടെ ആ ഒരു ടോക്ക് കേട്ടപ്പോ എനിക്ക് കുറെ ഒരു ലെവലില് റിലേറ്റ് ചെയ്യാൻ പറ്റി. As I said, the journey is very hard. അത് നമ്മൾ എടുക്കുന്ന പോലെ ഇരിക്കും. ഐ എം റെഡി ടു ടേക്ക് ദാറ്റ് തിങ്. ആൻഡ് എൻ്റെ ഇപ്പം നമുക്ക് ജനറേഷണൽ ആയിട്ട് വന്നു പോയിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ടാവും നമ്മുടെ ലൈഫിൽ, അല്ലെങ്കിൽ ഒരു ട്രോമ സൈഡ് ഉണ്ടാവും. അത് ആരെങ്കിലും ഒരാൾ ബ്രേക്ക് ചെയ്യണം. ഐ എം റെഡി ടു ടേക്ക് ദാറ്റ് റിസ്ക്. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ പലരെയും ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടാവും. മേ ബി എൻ്റെ ഫാമിലിയിൽ അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സിനെ ഞാൻ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നുണ്ടാവും, ചില ഫ്രണ്ട്സിനെ ഞാൻ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നത്. ദാറ്റ്സ് ഓക്കെ. അപ്പം ഐ വിൽ കീപ് മൈ ബൗണ്ടറീസ്. അപ്പം സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ടുള്ള വേറൊരു മേജർ കാര്യമാണ് ബൗണ്ടറി വെക്കുക എന്നുള്ളത്. അറിയില്ല ഇതെന്താ ബൗണ്ടറി വെക്കുക എന്ന് പറയുമ്പോൾ ഒരാൾക്ക് എവിടം വരെ ഇങ്ങോട്ട് വരാനുള്ള സ്പേസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയോ ചേച്ചി, നമ്മള് ദൈവം ഇതിപ്പോ ക്യാമറ ദൈവമേ ഇതൊരു സൈക്കോളജി സെഷനായി മാറുകയാണ്. എനിക്ക് ഇതിനകത്ത് ഡിഗ്രി ഒന്നും ഇല്ലാട്ടോ. അല്ല, ഞാനിങ്ങനെ ആലോചിക്കും, നമുക്ക് ഇഷ്ടമുള്ളവരെ നമ്മളെങ്ങനെ അങ്ങനെ ഒരു ബൗണ്ടറി വെച്ച് ഇഷ്ടപ്പെടുക? സ്നേഹം അങ്ങ് സ്നേഹിക്കുമല്ലേ ആൾക്കാരെ. അച്ഛൻ, അമ്മ, അനിയൻ, പാർട്ട്ണർ, സഹോദരി, ഫ്രണ്ട്, ആരാണെങ്കിലും യു ലവ് സമ്മൺ, യു ലവ് ദം. അതാണ് യു ഹാവ് ടു കീപ് യുവർ ബൗണ്ടറീസ്. കാരണം ഇപ്പോൾ അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്നത് ഞാനത് എടുക്കത്തില്ല. അൺകണ്ടീഷണൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടോ എന്നുള്ളത് എനിക്ക് വളരെ സംശയമുള്ള കാര്യമാണ്. ഇപ്പം അശ്വതി ശ്രീകാന്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാവും. പുള്ളിക്കാരി അടുത്ത് പറയുന്നുണ്ട് പേരൻസിൻ്റെ ലവ് അൺകണ്ടീഷണൽ ആണ് പൊതുവെ പറയപ്പെടുന്നത്. പക്ഷേ അതിനോട് പുള്ളിക്കാരി പറഞ്ഞ കാര്യത്തിനോട് ഞാൻ കുറച്ചൊക്കെ യോജിക്കുന്നു. കാരണം ഇപ്പോൾ നിങ്ങളൊരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളെ
ഞാൻ ഇഷ്ടം ഇപ്പം പേരൻസ് പറയുന്ന ഒരാളെ കല്യാണം കഴിച്ചാലേ ഓ എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ നിങ്ങൾ കേട്ടാലേ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. ദാറ്റ്സ് നോട്ട് അൺകണ്ടീഷണൽ, ദാറ്റ് ഈസ് കണ്ടീഷണൽ. കണ്ടീഷൻ വെച്ചിട്ട് നീ ആ കോഴ്സ് എടുത്താലേ. സോ ഇപ്പൊ നല്ല ഫ്രണ്ട്സിന്റെ അടുത്ത് ഭയങ്കരമായിട്ട് ബൗണ്ടറി വെക്കണമെന്ന് ഞാൻ പറയത്തില്ല, ഒരിക്കലും ഞാൻ പറയത്തില്ല. ഇപ്പൊ നമുക്കറിയാം ചിലർ ടോക്സിക് ആണെന്നുള്ള നമുക്ക് അറിയാമായിരിക്കും. നമ്മുടെ നമുക്ക് എല്ലാവർക്കും ഗട്ട് ഫീലിംഗ് ഉണ്ട്. ആ ഗട്ട് ഫീലിംഗ് എപ്പോഴും ശരിയായിരിക്കും. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മള് അവരെ നമ്മുടെ കൂട്ടുകാരാണല്ലോ, ഷോ അയ്യോ 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 ഇങ്ങനെ ആയിരിക്കും നമ്മുടെ തലയിൽ. പക്ഷെ ചില സംഭവങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന മനസ്സമാധാനം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര മനസ്സമാധാനം കിട്ടാറുണ്ട്. പക്ഷെ ഇതെല്ലാം പാർട്ട് ഓഫ് ഇത്. എന്താ പറയാ, ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യമല്ല. പല 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 സ്റ്റെപ്പുകൾ എടുത്ത് കുഞ്ഞു സ്റ്റെപ്പുകൾ എടുത്ത് എൻ്റെ എല്ലാ സ്റ്റെപ്പിലും ഇപ്പോൾ ഒരു 2 കൊല്ലമായിട്ട് ഞാൻ പ്രോപ്പറായിട്ട് തെറപ്പി ചെയ്യുന്നുണ്ട്. കാരണം ഐ ഹാവ് ആങ്സൈറ്റി ഡിസോർഡർ, ഐ ഹാവ് OCD ആൻഡ് ഐ ഹാവ് അക്സെപ്റ്റഡ് ദാറ്റ്. ആൻഡ് ഐ ഹാവ് അക്സെപ്റ്റഡ് ഈ സംഭവം ഉള്ളത് ഓക്കെ ആണ്. ആൻഡ് ദാറ്റ്സ് ഓക്കെ. ദിസ് ഇസ് നോർമൽ. എല്ലാവർക്കും ഉണ്ട്. ഇറ്റ്സ് നോർമൽ ടു ഹാവ്. ഇപ്പോൾ എന്താ പറയാ, ഒരു സമയത്ത് എൻ്റെ ഒരു മേജർ കൺസേൺ ആയിരുന്നു നോർമൽ എന്താണ്, അബ്നോർമൽ എന്താണ് എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഞാൻ പൊതുവെ ഇച്ചിരി ശാന്ത സ്വഭാവമാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പം ഈ വണ്ടി ഓടിക്കുമ്പോൾ ആരെങ്കിലും റോങ് സാധനമൊക്കെ കാണിച്ചാൽ എനിക്ക് ഇയാളെ നീ കാണിക്കുന്നത് എന്നൊക്കെ ഞാൻ ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. അപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ എന്നോട് ചോദിക്കും, എന്തിനാണ് ഇതിനൊക്കെ ദേഷ്യപ്പെടേണ്ട ആവശ്യം എന്താണ്, ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ എനിക്ക് തോന്നി ഇനിയിപ്പോ ഞാൻ നോർമൽ അല്ലേ, അങ്ങനെയൊക്കെ എനിക്ക് സംശയം തോന്നി. ഇതും കൊണ്ട് ഞാൻ ദി ഗുഡ് തിങ് അബൌട്ട് ഹാവിങ് എ തെറപ്പിസ്റ്റ് ഇസ് യു ക്യാൻ ഗോ ആൻഡ് ആസ്ക് ദം. നമ്മൾക്കൊരു മൂന്നാമതൊരു പെർസ്പെക്റ്റീവ് കിട്ടും. നമ്മുടെ ഒരു കൂട്ടുകാരി ഇരുന്ന് സംസാരിക്കുന്ന, കൂട്ടുകാരനോ ഇരുന്ന് സംസാരിക്കുന്ന പെർസ്പെക്റ്റീവ് ആയിരിക്കത്തില്ല ഇവർ പറയുന്നത്. ഇവർ വേറെ ഒരു പെർസ്പെക്റ്റീവ് പറയും. അപ്പോൾ ഇവർ എന്തിനാണ് ഈ റൈറ്റ് ആൻഡ് റോങ് എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ, അല്ലെങ്കിൽ ബ്ലാക്ക് ഓർ വൈറ്റ് മാത്രം എന്തിനു പിടിക്കുന്നു, ഒരു ഗ്രേ ഏരിയയും കൂടെ നമുക്ക് പിടിക്കാം. അപ്പോൾ ഗ്രേ ഏരിയക്കകത്ത് കുറച്ചും കൂടെ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ കാണാനായിട്ട് നോക്കാം. പക്ഷേ ഈ പുള്ളിക്കാരി എന്നോട് ചോദിച്ചു, പുള്ളിക്കാരിയും ദേഷ്യപ്പെടാറുണ്ട്, റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ദേഷ്യപ്പെടാം. ദാറ്റ് മീൻസ് ഞാൻ അബ്നോർമൽ ആണെന്നാണോ അഞ്ജുന് തോന്നുന്നു? ഇപ്പം അല്ല. See, that's okay. You can show your emotions. കരയാം, ദേഷ്യപ്പെടാന്ന് പറയുമ്പോൾ ഞാൻ ഈ സാധനം എടുത്തെറിയുന്നത്, മറ്റേ വണ്ടി ഇടിപ്പിക്കുക, വയലൻസ്, ആ പരിപാടിയല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചെറിയ ചെറിയ രീതിയിൽ ആങ്കർ വരികയാണെങ്കിൽ എല്ലാ ഇമോഷൻസും നമ്മൾ കാണിക്കുന്നു, അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് പാസ് എന്നുള്ള രീതിയിൽ സമ്മതിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ കൂടിക്കിടന്നിട്ട് ലാസ്റ്റ് ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാവും. അതിനെക്കാട്ടി ഭേദം കുഞ്ഞു സാധനങ്ങൾ, നമ്മുടെ നീഡ്സ് എന്താണ്. വെൻ യു സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ്, യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് യുവർ നീഡ്, വാട്ട് ഡു യു വാണ്ട്. ഇപ്പം ഈവൻ ഇൻ എ റിലേഷൻഷിപ്പ് വാട്ട് ഡു യു വാണ്ട്, ഈവൻ ഇൻ എ ഫ്രണ്ട്ഷിപ്പ് വാട്ട് ഡു യു വാണ്ട്, ഈവൻ ലൈഫിൽ വാട്ട് ഡു യു വാണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകാൻ തുടങ്ങും. അത് ആ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. താങ്ക് യു ചേച്ചി. ഓക്കെ, എനിക്കറിയാം സോറി. നോ, ദിസ് വാസ് വെരി മച്ച് നീഡഡ്. ഞാൻ ഈ ഇന്റർവ്യൂ എടുക്കുമ്പോഴേ ഐ ലൈക്ക് ടു ഹിയർ സംതിങ്. അവരുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു സ്റ്റോറി, ലൈക്ക് ബേസിക്കലി അവർക്ക് പറയാനുള്ള ഒരു കഥ ഉണ്ടാവുമല്ലോ, എനിക്കത് കേട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അപ്പം ചേച്ചി ഇതിനു മുമ്പുള്ള ഒരു ടോക്ക് ഷോയിൽ ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട് അബൌട്ട് യുവർ മോം. അമ്മക്കുട്ടിയാണോ അച്ഛൻകുട്ടിയാണോ അഞ്ജു ജോസഫ്? ഞാൻ അമ്മക്കുട്ടി ആയിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ, ഇപ്പൊ പിന്നെ പ്രായമായില്ലേ, അച്ഛൻകുട്ടിയൊന്നുമില്ല. ഞാനെങ്ങനെ ആലോചിക്കുന്നത്, ഇപ്പൊ വലുതാവുമ്പോഴത്തേക്ക് ഈ ഒരു ഇതൊക്കെ പോകും. എങ്ങനെയുണ്ട് നമ്മളൊരു മെച്യൂരിറ്റി ഒക്കെ വെച്ച് കഴിഞ്ഞാൽ? ഡു യു മിസ് ഏതെങ്കിലും ഒരു ടൈം പീരീഡ് ഓഫ് യുവർ ലൈഫ്? ഉണ്ട്, ഐ ഡെഫിനറ്റ്ലി മിസ്. ഒരു ഞാനും അമ്മയും കൂടെ ചില്ല് ചെയ്ത് നടന്നിരുന്ന ഒരു സമയമുണ്ട്. ഐ ഡെഫിനറ്റ്ലി മിസ് ദാറ്റ്. പക്ഷെ നമുക്ക് അത് ഇപ്പോഴും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് കിട്ടുന്ന സമയത്ത് വീട്ടിൽ പോവുക, ചില്ല് ചെയ്യുക, പോരുക, അതേ നടക്കത്തുള്ളൂ. പിന്നെ നമ്മളെല്ലാവരും വളരുന്നുണ്ടല്ലോ. അപ്പൊ എല്ലാവരുടെയും
എന്താ പറയുക ചിന്താഗതികളും കാര്യങ്ങളും ഒക്കെ മാറും. ടൂ മെനി തിങ്സ് ഹാസ് ഹാപ്പൻഡ് ഇൻ മൈ ലൈഫ്. അപ്പോൾ ഇതെല്ലാം എല്ലാവരെയും അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാവരും പല രീതിയിൽ ഇവോൾവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദേ ആർ റിയലി ഹാപ്പി. ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, എൻ്റെ അമ്മ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ആരോ വിളിച്ചപ്പോൾ അമ്മ പറയുന്നുണ്ടായിരുന്നു, അമ്മ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഞാനൊരു ഇൻഡിപെൻഡൻറ്റ് ആളായിട്ട് ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്ത് നടക്കും എന്ന് വിചാരിച്ചിട്ടില്ല. ഷീ ഈസ് ഹാപ്പി ദാറ്റ് ഐ എം ഡൂയിങ് ദിസ്. പക്ഷെ അത് മതി അമ്മയുടെ അടുത്തുനിന്ന് എനിക്ക്. പക്ഷെ ഐ മിസ് ദാറ്റ്. ഒരു എന്താ പറയുക, ഞാനും അമ്മയും കൂടെ ആണ് ഒരു 6-7 കൊല്ലം മുന്നേ വരെ എല്ലാ ഷോസിനും ഒരുമിച്ചാണ് ട്രാവൽ ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു സംഭവം മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒറ്റയ്ക്ക് ജീവിച്ചേ നമുക്ക് ഈ ഒറ്റക്കുള്ള ജീവിതം അങ്ങ് വല്ലാതെ പിടിച്ചു പോകും. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ? അത് എൻ്റെ അടുത്ത് ആ ഒരു സോളോ ലൈഫ് ലീഡ് ചെയ്തിട്ടുള്ള എല്ലാരും പറയും. പക്ഷെ ഐ ഓൾവേസ് ലൈക്ക് ടു ഹാവ് സമ്മൺ വിത്ത് മീ. എനിക്കും ഇഷ്ടമാണ്. ഇപ്പൊ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഐ പ്രിഫർ ടു ട്രാവൽ അലോൺ. ആണോ? ഇപ്പൊ ഈവൻ ഷോസിന് പോവാണെങ്കിലും ഫുൾ ആൾക്കാരുടെ കൂടെ പോകുന്നതിലും എനിക്കിഷ്ടം ഫുൾ ആൾക്കാരുടെ കൂടെ നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് മറ്റേതാണെങ്കിൽ എൻ്റെ ലോകത്ത് എനിക്ക് പുസ്തകമൊക്കെ വായിച്ച് അങ്ങനെ ഇരിക്കാമല്ലോ. ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഓക്കെയാണ്. ആൻഡ് സെൽഫ് ലവിന്റെ ഒരു മേജർ ഭാഗമാണ് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഓക്കെ ആവുന്നത്. ഓക്കെ ആണോ? എന്തോരം കാര്യങ്ങൾ പഠിക്കാനുണ്ട് മീനാക്ഷി. കുഞ്ഞു പ്രായമല്ലേ, പഠിച്ചോളൂ. മിസ്റ്റേക്സ് ഉണ്ടാക്കി പഠിക്കുന്നതല്ലേ നല്ല. അല്ലാണ്ട് ഒരാൾ പറഞ്ഞു കൊടുത്തിട്ട് പഠിക്കുന്നതിലും എത്രയോ നല്ലതാണ് നമ്മൾ തന്നെ ഒന്ന് വീണിട്ട് എഴുന്നേൽക്കുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചോളൂ. അത് ഇപ്പോഴും അങ്ങനെ തന്നെ അല്ലേ? ഇപ്പൊ എന്നെ പറയുകയാണെങ്കിൽ ഞാനൊരു 2-3 മാസം മുന്നേ ഞാൻ മൂക്കും കുത്തി ഒന്ന് വീണായിരുന്നു. പക്ഷെ തിങ്സ് ഹാപ്പൻ. അപ്പോൾ എനിക്ക് കരിയർ വൈസ് എനിക്ക് ഭയങ്കര സംശയമുള്ളൊരു സമയമായിരുന്നു. ഐ ഫെൽറ്റ് ഞാൻ ഇതിന് നിർത്തണോ അങ്ങനെയൊക്കെ ചിന്തിച്ചൊരു സമയമായിരുന്നു. നമ്മളിപ്പോൾ റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്യുക, അവിടെ നിന്ന് നമ്മൾ കയറി വരിക, റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്യുക, കയറി വരിക. ഇത് ഇങ്ങനെ തന്നെ ആയിരിക്കും ലൈഫിൽ. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു തവണ റിലേഷൻഷിപ്പിന്റെ ആണെങ്കിൽ ഒരു തവണ കരിയറിന്റെ വിഷയം വരെ, അല്ലെങ്കിൽ കുറച്ച് ആൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ പേരൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വയ്യായിക വന്നതായിരിക്കും. വിൽ ബി ഫേസിങ് ചലഞ്ചസ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും. നമ്മൾ ഹിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ അത്രേ ഉള്ളൂ. അതാണ് പ്രോസസ്. സിമ്പിൾ ആയിട്ട് കാര്യം പറഞ്ഞു കുട്ടി മനസ്സിലാക്കിക്കോളൂന്ന്. എനിവേ, ചേച്ചി ഒരു സെലിബ്രിറ്റി ആയത് ഭയങ്കരമായിട്ട് ചേച്ചിയുടെ പേഴ്സണൽ ലൈഫ് എക്സ്പോസ് ചെയ്യേണ്ട ഒരു കണ്ടീഷനിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത ചേച്ചി അൺഇൻവൈറ്റഡ് ആയിട്ടുള്ള ഒരു എത്തിനോട്ടം വരുന്നത് പോലെ ചേച്ചിക്ക് എപ്പോഴും തോന്നാറുണ്ട്? ഐ ഡോണ്ട് വാണ്ട് ദിസ് മച്ച് എന്നുള്ളൊരു തോന്നൽ ചില സമയത്ത് തോന്നാറുണ്ട്. ഇപ്പൊ നമ്മൾ വല്ല കുരുത്തക്കേടൊക്കെ കാണിച്ചിട്ട് നിൽക്കുവാണെങ്കിലേ അത് കണ്ടുപിടിച്ച് വല്ല ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടും. അപ്പൊ നമ്മൾ ശരിയാ കുരുത്തക്കേടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീട്ടിൽ ഒന്നും പറയാതെ വല്ല പോയ ട്രിപ്പായിരിക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് ടാഗ് ചെയ്യരുത് എന്റെ ചേട്ടന്മാരെ, പ്രൈവസി തരണം. അപ്പോഴൊക്കെ തോന്നാറുണ്ട്. പക്ഷെ ജോക്സ് അപ്പാർട്ട്, ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫ് ഞാൻ പരമാവധി പേഴ്സണലാക്കി വെക്കാൻ ശ്രമിച്ചിരുന്ന ഒരാളാണ്. പക്ഷെ ഐ വോണ്ടഡ് ഒരു പെർട്ടിക്കുലർ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനത് പബ്ലിക് ആക്കിയത്. ഇപ്പോൾ ബീയിങ് എ ഡിവോഴ്സി, ഡിവോഴ്സ് ഒരിക്കലും ഒരു തെറ്റല്ല. ഇപ്പം ഐ നോ പീപ്പിൾ, ദിവസം എത്ര മനുഷ്യർ സംസാരിക്കും എന്നറിയോ എൻ്റെ അടുത്ത്. ഇപ്പോൾ ഡൊമസ്റ്റിക്കലി അബ്യൂസ്ഡ് ആയിട്ടുള്ള സ്ത്രീകൾ, അപ്പം അവർക്ക് അറിയത്തില്ല. ഇപ്പോൾ നമുക്ക് ഇപ്പം എന്താ പറയുക, ആദ്യം ഇപ്പോൾ ഒരു ഡൊമസ്റ്റിക് അബ്യൂസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു അടിയെന്നോ ആയിരിക്കത്തില്ല. ആദ്യം അവർ കണ്ണുരുട്ടി കാണിക്കും, പിന്നെ ഷൗട്ട് ചെയ്യും, പിന്നെ സാധനങ്ങൾ എറിഞ്ഞു നോക്കും. അതിന് ശേഷമാണ് ഈ ഇടിയിലേക്ക് വരിക. സോ ഇങ്ങനെ എത്ര ആൾക്കാരുണ്ടെന്നറിയോ ഇങ്ങനത്തെ കാര്യം സംസാരിക്കുന്നത്. അത് ഒരു പരിധി കവിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ആൻഡ് ഇവർക്ക് പേടിയാണ് ഡിവോഴ്സ് ചെയ്യാനായിട്ട്. ഡിവോഴ്സ് ചെയ്യുന്ന അത്ര സുഖമുള്ള രസമുള്ള പരിപാടിയൊന്നും അല്ല, ലീഗലിയും അല്ല, ഇമോഷണലിയും അത്ര നല്ല കാര്യമല്ല. പക്ഷെ ഇങ്ങനൊരു കാര്യം സഹിച്ച്, അല്ലെങ്കിൽ ഇഫ് സമൺ എൽസ് ഇസ് ചീറ്റിംഗ് ഓൺ യു, അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ തമ്മിൽ ഒത്തുപോകുന്നില്ല, ഇതിൽ എന്തിനാണ് ഇത് സഹിച്ച് നിൽക്കേണ്ട ആവശ്യം? സൊസൈറ്റീനെ കാണിക്കാനും അല്ലെങ്കിൽ പേരൻസിനെ കാണിക്കാനും ഒക്കെ ആയിട്ട് മാത്രം ഇതിനകത്ത് നിൽക്കേണ്ട ആവശ്യം എന്താണ്? അതൊരു തെറ്റ് ആണെന്നുള്ളൊരു വെപ്പുണ്ട്. അത് സൊസൈറ്റിയിൽ ഇപ്പോഴും അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഡിവോഴ്സ് എന്ന് പറയുന്നൊരു സംഭവം.
അപ്പം അതിനെന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവണം എന്ന് ഓർത്തിട്ട് ഒരുപാട് മെസ്സേജുകൾ എല്ലാവരും വന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഐ തോട്ട് ഐ ഷുഡ് ഡൂ ദിസ്. അതുകൊണ്ട് ഞാൻ ഓപ്പൺ അപ്പ് ചെയ്ത. പക്ഷേ അത് ഞാൻ വളരെ അറിഞ്ഞുകൊണ്ട് ഞാൻ പോയി ഓപ്പൺ അപ്പ് ചെയ്ത സാധനം. പിന്നീട് അങ്ങോട്ടുള്ള ഒരു കടന്നുകയറ്റം, നമ്മളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുന്നേ ഞാൻ വളരെ വൃത്തിയായിട്ട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. എനിക്ക് പേഴ്സണൽ ലൈഫ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വലിയ താല്പര്യമില്ല എന്ന് പറയും. അതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് പിന്നെ അതിൽ ചെയ്യാം. അപ്പം പിന്നെ നമുക്ക് ആദ്യം ഞാൻ ഓർക്കും വാക്കൗട്ട് ചെയ്താലോ എന്നൊക്കെ ഓർക്കും. പിന്നെ ഓർക്കും വേണ്ട, അതിനെക്കാട്ടിലും ക്ലിക്ക് ബൈറ്റ് കുറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ ഉത്തരം പറയുന്നതിനായിരിക്കും എന്ന് ഓർത്തിട്ട് ഉത്തരം പറയും. സോ അങ്ങനെ ഒരു അപ്പം ആൾക്കാർ ചോദിക്കുമായിരിക്കും ഇത് പബ്ലിക് ആക്കിയിട്ടല്ലേ എന്ന്. ഇപ്പം ഇതിൻ്റെ താഴത്തെ കമൻസ് സെക്ഷൻ എടുത്ത് നോക്കി, ഇത് പബ്ലിക് ആക്കിയത് കൊണ്ടല്ലേ. സോ പബ്ലിക് ആക്കിയതിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ്, ദാറ്റ് വാസ് സംതിങ് എൽസ്. പക്ഷെ ഐ എം ഓക്കെ ടു ടേക്ക് ദി റെസ്പോൺസിബിലിറ്റി ആൻഡ് ദി കോൺസിക്വൻസസ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. പിന്നെ സത്യസന്ധമായിട്ട് എനിക്ക് വിഷമം തോന്നാറുള്ള ഒരു കാര്യമുണ്ട്. നമ്മളൊരു ഇൻഡിപെൻഡൻറ്റ് പാട്ടൊക്കെ ഇറങ്ങുമ്പോൾ, ഞാൻ മാത്രമല്ല ഫെല്ലോ മ്യൂസീഷ്യൻസ് എല്ലാവരും പറയുന്ന കാര്യമാണ്, നമ്മളൊരു ഇൻ്റർവ്യൂ ഒക്കെ ആയിട്ട് നമ്മൾ ആൾക്കാരെ സമീപിക്കും. ഇപ്പൊ സിനിമയ്ക്ക് പ്രൊമോഷൻ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ പാട്ടിനെ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട് വിളിക്കും. അപ്പോൾ ഇവർക്ക് ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഡിവോഴ്സിനെ പറ്റി ആണെങ്കിൽ ഓക്കെ, 2 അല്ല 4 ഇന്റർവ്യൂ എടുക്കാൻ ഞങ്ങൾ റെഡിയാന്നുള്ള മൂഡിൽ നിൽക്കും. പക്ഷെ ദാറ്റ് ഫീൽസ് ഒരു ഇച്ചിരി പിന്നെ ബാഡ്. അവരോട് ദേഷ്യമൊന്നുമല്ല, പക്ഷെ യുനോ ദിസ് ഇസ് നോട്ട് ദ വേ ഇറ്റ് ഷുഡ് ബി. പക്ഷെ വാട്ട് ക്യാൻ വി ഡു, ഇങ്ങനെ ആയിപ്പോയി. ഐ ഫീൽ യു ചേച്ചി. ആക്ച്വലി എന്താ അറിയോ, ഞങ്ങൾ ആങ്കേഴ്സ് സംസാരിക്കുമ്പോൾ നമ്മൾ പറയും ഇങ്ങനെ ചോദിക്കരുത്, കാരണം അവർക്ക് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് ഉണ്ട്, ജസ്റ്റ് സ്റ്റോപ്പ് ദെയർ. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അവരുടെ ജീവിതം, അവരെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവരിങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ ഓഫ് കോഴ്സ് അത് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് ലെസൺസ് നമുക്ക് എടുക്കാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു കടന്നുകയറ്റം നമുക്കായിരുന്നു നമുക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ ഇന്റർവ്യൂ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാറായി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് ചേച്ചിനോട് ചോദിക്കാനുള്ളത്, ചേച്ചിക്ക് ചേച്ചിയിൽ തന്നെ ഇഷ്ടപ്പെട്ട ഒരു 3 ക്വാളിറ്റി പറയൂ. 3 ക്വാളിറ്റി. ഞാൻ നല്ല തമാശക്കാരിയാണ്, ഞാൻ നല്ലോണം കൗണ്ടർ പറയും, അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ക്വാളിറ്റിയാണ് എൻ്റെ. ഐ ഹാവ് അക്സെപ്റ്റഡ് മൈസെൽഫ് ദി വേ ഐ ആം. സോ അതെനിക്ക് എൻ്റെ ക്വാളിറ്റിയിൽ ഇഷ്ടമുള്ളതാണ്. ആൻഡ് ഐ എം എ കൈൻഡ് പേഴ്സൺ. ഐ എം കൈൻഡ്, പക്ഷെ ഐ കീപ് മൈ ബൗണ്ടറീസ്. I'd like to add on something. You're an absolute sweetheart and also an inspiration. Thank you Meenakshi, it was really nice. Thank you. ഞാൻ ഇന്ന് ആക്ച്വലി ഇന്റർവ്യൂവിന് വന്നപ്പോൾ ഞാൻ ഇച്ചിരി ഡിഫെൻസീവ് മോഡ്, നമുക്ക് ബാഡ് എക്സ്പീരിയൻസസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഡിഫെൻസീവ് മോഡ് ഇട്ടിട്ടായിരിക്കും വരിക. പക്ഷേ യു മേഡ് ഇറ്റ് റിയലി സ്വീറ്റ്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മൈ പ്ലഷർ. അപ്പോൾ എന്തായാലും ചേച്ചി ഇനി ഒരുപാട് പാട്ടുകൾ വേണം, ഒരുപാട് ഇൻഡിപെൻഡൻറ്റ് വർക്ക്സ്, സിനിമയിലെ മ്യൂസിക് ഡയറക്ഷൻസ്, അതേപോലെ തന്നെ കവർ സോങ്സ് എല്ലാമായിട്ട് അഞ്ജു ജോസഫിനെ നമുക്ക് ഇങ്ങനെ വേണം. ഓൾസോ ഒരുപാട് പോസിറ്റിവിറ്റി സൊസൈറ്റിയിൽ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആയിട്ട്. അപ്പൊ കീപ് ഓൺ ട്രൈങ്. ചേച്ചി പറഞ്ഞാലോ, നമ്മൾ റോക്ക് ബോട്ടം ഹിറ്റ് ചെയ്യും, പിന്നെ ലെറ്റ് ദ ജേർണി ഗോ ഓൺ. നമുക്ക് നല്ലൊരു പാട്ടോട് കൂടി അങ്ങ് വൈൻഡ് അപ്പ് ചെയ്താലോ. ഗോഡ്വിൻ ഇഷ്ടമുള്ളൊരു പാട്ട്. എന്നാ പാട്ട് ഏതാണ്? കൈതപ്പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല, മുള്ളാലേ വിരൽ മുറിഞ്ഞു, മനസ്സിൽ നിറയെ മണം തുളുമ്പിയ മധുര നൊമ്പരം, കൈതപ്പൂവിൻ കന്നിക്കൂറുമ്പിൽ തൊട്ടു തൊട്ടില്ല, കണ്ണും കണ്ണും തേടിയൊഴിഞ്ഞു കണ്ടു കണ്ടില്ല. ബ്യൂട്ടിഫുൾ. താങ്ക് യു. അപ്പൊ താങ്ക് യു സോ മച്ച് ചേച്ചി. അപ്പൊ നേരെ ഇനി ഹിന്ദുസ്ഥാനി രാഗം പഠിക്കാനായിട്ട് ക്ലാസ്സിലേക്ക് പോട്ടെ. അതെ, ക്ലാസ്സിലേക്ക് പോയിക്കോളൂ. അപ്പൊ I'll catch you guys in the next episode of Mollywood Mix with Meenakshi. Bye. ജീവിതത്തിൽ നമ്മൾ എല്ലാവരും അന്വേഷിക്കുന്നത് ഒരു പുതിയ എഡ്ജിന് വേണ്ടിയാണ്. ഫാഷന്റെ പുതിയ എഡ്ജ്, സ്റ്റൈലിന്റെ പുതിയ എഡ്ജ്, ടെക്നോളജിയുടെ പുതിയ എഡ്ജ്, ഗ്ലോബൽ ബ്രാൻഡുകളുടെ പുതിയ എഡ്ജ്. കണ്ണു തുറക്കൂ പുതിയ കാഴ്ചയിലേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസ്. Get the edge.